Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റേണൽസിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അതിനു മുന്നേ കഴിഞ്ഞ പാർട്ടിൽ എന്താ ഉണ്ടായെന്ന് നമുക്കൊരു 30 സെക്കൻഡിൽ നോക്കാം. അജാക് മരിച്ചു കഴിഞ്ഞ് അവളുടെ ബോഡിയിൽ നിന്ന് ഗോൾഡൻ ബോൾ സെറസിയുടെ ബോഡിയിലേക്ക് പോവാണ്. അവൾക്ക് അരിശത്തിനെ കാണാൻ സാധിച്ചു. പക്ഷെ ഇക്കാരിസ് ഇതൊരു പക്ഷെ മാഡ് വയറി ആവാന്ന് പറയുന്നു. മാഡ് വയറി എന്ന് പറഞ്ഞാൽ ഇറ്റേണൽസിന് മനസ്സിന്റെ താളം തെറ്റി ഭ്രാന്ത് പിടിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ്. ഇത് പണ്ട് തീനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ തീന അടുത്തുള്ള എല്ലാവരെയും ആക്രമിക്കും. ഇതിന് വേറെ മരുന്നൊന്നുമില്ല. യുദ്ധം ചെയ്യുന്ന മനുഷ്യരെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് ഡ്രൂ പറയുവാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്ന് അജാക്കും ഇക്കാരിസും ഒക്കെ പറയുന്നു. കാരണം അങ്ങനെയാണ് അരിശം പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. പക്ഷെ ഡ്രൂവിന് സമ്മതമായിരുന്നില്ല. അവന് ഈ യുദ്ധങ്ങൾ തടയാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരിക്കേണ്ടി വരുന്നതിൽ അവന് ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ഇറ്റേണൽസ് തമ്മിൽ വഴക്കായി അവസാനം ഡ്രൂ കുറെ പേര് കൊണ്ട് അവന്റെ വഴിക്ക് പോവാണ്. അജാക്കിന് വിഷമമായിട്ട് ബാക്കിയുള്ള ഇറ്റേണൽസിനോട് എല്ലാവരോടും അവരവരുടെ വഴിക്ക് പോയി സ്വന്തമായിട്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറയുന്നു. കാരണം ഇവരുടെ മിഷൻ കംപ്ലീറ്റ് ആയി. ഭൂമിയിലെ എല്ലാ ഡീവിയൻസിനെയും ഇവർ കൊന്നു കഴിഞ്ഞു. തീനയുടെ കാര്യം ഗിൽഗമേഷ് എന്നെ നോക്കിക്കോളാന്നാണ് പറയുന്നത്. മാഡ്വയറിൽ നിന്ന് രക്ഷപ്പെടാൻ ഓർമ്മകൾ മുഴുവൻ മായ്ച്ചു കളയിൽ മാത്രമാണ് വഴി. പക്ഷെ തീനയ്ക്ക് അതിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അണ്ണനും തീനയും കൂടി ആർക്കും ശല്യമില്ലാതെ ദൂരെ മാറിപ്പോയി താമസിക്കാന്ന് വിചാരിക്കുന്നത്. സ്പ്രൈറ്റും ഇക്കാരിസും സെർസിയും കിങ്ങോയെ കാണാൻ വേണ്ടി വരുന്നു. കിങ്ങോ ഇപ്പൊ ബോളിവുഡിലെ വലിയൊരു സ്റ്റാർ ആണ്. കാലാകാലങ്ങളായിട്ട് അപ്പൂപ്പനും അച്ഛനും മകനും ഒക്കെ ആയിട്ട് സിനിമാ നടന്മാരെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കിങ്ങോ. ഡീവിയൻസ് തിരിച്ചു വന്ന കാര്യവും അജാക് മരിച്ച കാര്യം അറിഞ്ഞപ്പോൾ കിങ്ങോക്ക് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ച് തന്റെ മാനേജറായിട്ടുള്ള കരുൺ പട്ടേലിന്റെ കൂടെ കിങ്ങോ ഇറ്റേണൽസിനൊപ്പം പോകുന്നു. ഇറ്റേണൽസിന്റെ ജീവിതത്തെ പറ്റി ഒരു ഡോക്യുമെന്ററിയും കിങ്ങോ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി അണ്ണന്റെയും തീനയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. തീനയുടെ മാഡ്വയറി ഇപ്പോഴും ശരിയായിട്ടില്ല. സെഞ്ചുറി 6 എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ പറ്റിയും അതിലെ ആളുകൾ മരിച്ചതിനെ പറ്റിയൊക്കെയാണ് തീന പിച്ചുമ്പയും പറയുന്നത്. അങ്ങനെ ഇറ്റേണൽസ് ഒക്കെ വീണ്ടും കണക്ട് ചെയ്യുന്നു. സെർസി വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോൾ അവൾക്ക് അരിശത്തിനെ കാണാനും സംസാരിക്കാനും പറ്റി. അപ്പൊ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങളാണ് അവൾക്ക് അറിയാൻ പറ്റുന്നത്. ഇവർ ഒളിമ്പിയിൽ നിന്ന് വന്ന വീരന്മാരൊന്നുമല്ല. ഇവരെ വേൾഡ് ഫോർജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ അരിഷൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഇഷ്ടംപോലെ ഇറ്റേണൽസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ വേറെ ഗ്രഹങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. 1 ബില്യൺ വർഷത്തിലൊരിക്കൽ ഒരു സെലസ്റ്റിയൽ ജനിക്കണം. സെലസ്റ്റിയലിന്റെ വിത്ത് കാലാകാലങ്ങൾക്ക് മുന്നേ ഒരു ഗ്രഹത്തിൽ നട്ടുവയ്ക്കും. ഭൂമിയിലെ മനുഷ്യരുടെ എണ്ണം സെലസ്റ്റിയൽ ജനിക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര ആയി കഴിയുമ്പോൾ ഭൂമിയെ പൊട്ടിത്തെറിപ്പിച്ച് പുതിയൊരു സെലസ്റ്റിയൽ ജനിച്ചു വരും. അതിനിടയ്ക്ക് ഭൂമിയും മനുഷ്യരില്ലാതെയോ. പണ്ടുള്ള ഭീകരജീവികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചാലാണ് ഇത്രയും മനുഷ്യർ ഭൂമിയിലുണ്ടാവും. ആ ഭീകരജീവികളായ ദിനോസർ പോലെയുള്ളവയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഡീവിയൻസിനെ അരിഷൻ തന്നെ ഭൂമിയിലേക്ക് അയക്കുന്നത്. പക്ഷെ പരിണാമം സംഭവിച്ച് ഡീവിയൻസ് മനുഷ്യരെ തന്നെ കൊല്ലാൻ തുടങ്ങി. അതുകൊണ്ട് പരിണാമം സംഭവിക്കാത്ത ഒരിക്കലും പ്രായമാവാത്ത ഇറ്റേണൽസിനെ അരിഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഈ ഡീവിയൻസിനെ കൊല്ലാൻ വേണ്ടി അവരെ ഭൂമിയിലേക്ക് അയക്കുന്നു. എല്ലാത്തിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്, പുതിയ സെലസ്റ്റിയൽ ആയിട്ടുള്ള ടയാമുട്ടിനെ ഭൂമിയെ പൊട്ടിത്തെറിപ്പിച്ച് ജനിപ്പിക്കുക. അതിനാവശ്യമായിട്ടുള്ള ജനസംഖ്യ ഭൂമിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇറ്റേണൽസിന്റെ ഓർമ്മയൊക്കെ ഓരോ ഗ്രഹത്തിലെ മിഷൻ കഴിയുമ്പോഴും മായ്ച്ചു കളയും. എന്നിട്ട് അതെടുത്ത് ഒരു സ്ഥലത്ത് അരിഷൻ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതൊക്കെ കേട്ട് സെർസി ഒരുപാട് ഞെട്ടിപ്പോയി. ഇത് അവൾ വന്ന് ബാക്കി ഇറ്റേണൽസിനോട് പറയുന്നു. കുറച്ചുപേര് സെലസ്റ്റിയലിനെ തടയണ്ടെന്നും വേറെ കുറച്ചുപേര് തടയണമെന്നും പറയുന്നു. സെലസ്റ്റിയലിനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഉറക്കിക്കെടുത്തിയാലോ എന്ന് അവർക്കൊരു ഐഡിയ വരുവാണ്. അതിന് പറ്റിയാണ് ഡ്രൂവ. അപ്പൊ ഒരു ഡ്രൂവിനെ കാണാൻ വേണ്ടി ആമസോൺ കാട്ടിലേക്ക് പോവാണ്. അവനവിടെ കുറെ പേരുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കുവാണ്. ആദ്യം കാര്യം എന്ന് പറയുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു കൂട്ടം ഡീവിയൻസ് അവിടെ ആക്രമിക്കുവാണ്. എല്ലാവരും ഡീവിയൻസുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്ക് തീനയ്ക്ക് മാഡ്വയറി വരുന്നു. ഫൈറ്റ് ചെയ്യുന്ന അണ്ണൻ തീനയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡീവിയന്റ് വന്ന് അണ്ണനെ പിന്നീന്ന് കുത്തി കൊല്ലുവാണ്. എന്നിട്ട് അണ്ണന്റെ ലൈഫ് ഫോഴ്സും പവറും ഒക്കെ വലിച്ചെടുക്കുന്നു. അങ്ങനെ ഗിൽഗമേഷ് മരിച്ചു. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ഇതിന്റെ ഇടയ്ക്ക് സെർസിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് ജീവനില്ലാത്ത വസ്തുക്കളെ മാത്രമല്ല ജീവനുള്ള വസ്തുക്കളെയും രൂപമാറ്റം വരുത്താൻ സാധിക്കും. സ്പ്രൈറ്റിന് ഇക്കാരിസിന് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്കൊരു ചെറിയ കുട്ടിയുടെ രൂപമായതുകൊണ്ട് അവൾ ഇതുവരെ ആ കാര്യം തുറന്നു പറഞ്ഞില്ല. ഇത്രയാണ് കഴിഞ്ഞ പാർട്ടിലുണ്ടായത്. 30 സെക്കൻഡിൽ പറയാന്ന് പറഞ്ഞിട്ട് ഇത് ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നല്ലേ? എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി വീഡിയോ സ്റ്റാർട്ട് ആവുന്നത് ഏത് സെക്കൻഡ് തൊട്ടാന്ന്. ഓൾറെഡി സമയം കളഞ്ഞതുകൊണ്ട് അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. ഇപ്പൊ എല്ലാ ഇറ്റേണൽസും കൂടി നിന്ന് ഗിൽഗമേഷിന്റെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കരുൺ പട്ടേൽ ഉള്ളതുകൊണ്ട് ഇന്ത്യൻ ആചാരപ്രകാരമാണ് ഗിൽഗമേഷിനെ അടക്കം ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ വേറെ വല്ല സ്റ്റോറി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഗിൽഗമേഷ് എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു ഇന്ത്യൻ പേര് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ ഗിൽഗമേഷ്, സുമേഷ്, രമേഷ് കണ്ടില്ലേ? അങ്ങനെ ഹിന്ദു ആചാരപ്രകാരം അവർ വിറക് കൂട്ടി വെച്ച് അണ്ണനെ കത്തിക്കുന്നു. കരുൺ എന്തോ ഹിന്ദു ശ്ലോകമൊക്കെ ചൊല്ലുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും ആചാരം. പക്ഷെ ഇക്കാരിസിന്റെ മുഖം കാണുമ്പോൾ എന്തോ കുറ്റബോധം ഉള്ളതുപോലെ. ചിലപ്പോൾ ഗിൽഗമേഷിനെ ഒറ്റയ്ക്കാക്കി പോയതുകൊണ്ടായിരിക്കും തീനയ്ക്കുള്ള വിഷമം പറ്റുന്നില്ല. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ചിതാഭസ്മൊക്കെ പുഴയിൽ ഒഴുക്കാറുണ്ടല്ലോ, അതുപോലെ ഗിൽഗമേഷിന് വേണ്ടി തീനയും ചെയ്യാണെന്നാ തോന്നുന്നത്. ഈ സമയത്ത് ഡ്രൂവും സെർസിയും കൂടി സംസാരിക്കുന്നുണ്ട്. ഡ്രൂ ഇറ്റേണൽസിനെ വിട്ട് പോരുന്ന സമയത്ത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് വെക്കാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അവർ തമ്മിൽ യുദ്ധം ഉണ്ടാവില്ല, അസൂയയോ പകയോ ദേഷ്യമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരല്ലാതെയാവും. എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ വികസിക്കണമെങ്കിൽ ഇടയ്ക്ക് യുദ്ധവും നാശനഷ്ടവും ഒക്കെ ഉണ്ടാവേണ്ടി വരും. അതിനെ ന്യായീകരിക്കാൻ പറ്റില്ലെങ്കിലും അതാണ് സത്യാവസ്ഥ. ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന
ജീവിക്കുന്ന മനുഷ്യർ എന്തിനാണ് വികസനത്തിനെ പറ്റി ആലോചിക്കുക? അതാണ് കാര്യം. എന്നാലും ഡ്രൂ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവനെന്ന് യുദ്ധം നിർത്തിച്ച് കൂടെ കൊണ്ടുപോയ കുറെ പേരെ കാലാകാലങ്ങളായിട്ട് അവന്റെ കൂടെ നിർത്തി. അത് മൈൻഡ് കൺട്രോൾ ചെയ്തല്ല, ഇഷ്ടമുള്ളവർ മാത്രമാണ് ഡ്രൂവിന്റെ കൂടെ നിന്നത്. പുറം ലോകത്തെ മോശം വികാരങ്ങളിൽ നിന്നും യുദ്ധത്തിൽ നിന്നുമൊക്കെ ഡ്രൂ അവരെ സംരക്ഷിക്കുമായിരുന്നു. ഈ സമയത്ത് സെർസി ഡീവിയൻസ് ഇപ്പൊ ഒരുപാട് ശക്തരായി മാറിയെന്നും അവർ ചിന്തിക്കാൻ കഴിവുള്ളവരായി മാറിയെന്നും പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഡീവിയൻസും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ഡ്രൂ ചോദിക്കുന്നുണ്ട്. ഡീവിയൻസ് ആയാലും ഇറ്റേണൽസ് ആയാലും അരിഷത്തിന്റെ മക്കൾ തന്നെയാണ്. അരിഷമാണ് രണ്ടുപേരും അയച്ചത്. ആദ്യം അയച്ച് ഡീവിയൻസിന് നിലനിൽക്കാൻ പറ്റാതായപ്പോ അവര് മനുഷ്യരെയും പിടിച്ചു തിന്നാൻ തുടങ്ങി. എന്നിട്ട് അവരെ കൊല്ലാൻ വേണ്ടി ഇറ്റേണൽസിനെ അയച്ചു. ഇതൊന്നും അത്ര ശരിയായിട്ട് ഡ്രൂവിന് തോന്നുന്നില്ല. അത് മാത്രമല്ല, സെർസി ഇപ്പൊ ഡ്രൂവിനോട് ചെയ്യാൻ പറയുന്നത് ഏതെങ്കിലും മനുഷ്യരെയോ ഡീവിയൻസിനോ മൈൻഡ് കൺട്രോൾ ചെയ്യാനല്ല, മറിച്ച് പുതിയതായി ജനിച്ചു വരുന്ന ഒരു വലിയ സെലസ്റ്റിയലിനെ മൈൻഡ് കൺട്രോൾ ചെയ്യാനാണ്. അത് ഡ്രൂവിനെ കൊണ്ട് പറ്റുമെന്ന് അവന് തോന്നുന്നില്ല. സോ അവർക്ക് ഇപ്പോൾ ഒരാളുടെയും കൂടി സഹായം വേണം. ഇറ്റേണൽസിന്റെ കൂട്ടത്തിലെ ബുദ്ധിമാനായ എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന ദ ഫാസ്റ്റോസ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഫാസ്റ്റോസ് ഇപ്പോ അങ്ങനെ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്താറില്ല. അവന് മനുഷ്യരാശിയുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതിനൊരു കാരണമുണ്ട്. സീൻ ചേഞ്ച് ആവുമ്പോൾ കാണിക്കുന്നത് 1945 ഹിരോഷിമയാണ്. അവിടെ അന്ന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിരോഷിമയുടെ മേല് ആറ്റം ബോംബിട്ട് ലക്ഷക്കണക്കിന് പേർ നിമിഷ നേരം കൊണ്ട് മരിച്ചുപോയി, ആവിയായി പോയി. എല്ലാ കെട്ടിടങ്ങളും തകർന്നു വീണു. എല്ലാ പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ടില്ലാതെയായി. കിലോമീറ്ററുകൾ ദൂരെയുള്ളവർ വരെ പൊള്ളലേറ്റ് മരിച്ചു. ചാവാതെ ജീവച്ഛവമായി ജീവിക്കാൻ തുടങ്ങി. DNA ലെവലിൽ വരെ ഈ ബോംബിന്റെ എഫക്ട് ഉണ്ടായതുകൊണ്ട് ജനിക്കുന്ന മക്കൾ പോലും ഓരോ പ്രശ്നങ്ങളോടെയാണ് ജനിക്കുന്നത്. അത് അന്ന് മാത്രമല്ല, ഇന്ന് വരെ അതിന്റെ എഫക്ട് നിലനിൽക്കുന്നുണ്ട്. കുറെ പേര് അതിനുശേഷം ആ ബോംബിലൂടെ ഉണ്ടായ റേഡിയേഷൻ കാരണം മാത്രം ക്യാൻസർ വന്ന് മരിച്ചിരുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. മനുഷ്യത്വമില്ലാത്തൊരു ലോകത്തിനെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ ബോംബ് വീണ് നരകം പോലെയായ ഹിരോഷിമയിൽ ഫാസ്റ്റോസ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവനത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് അജാക്ക് വരുന്നു. അവൾ ഫാസ്റ്റോസിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഫാസ്റ്റോസിന് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. ഞാനാണ് അജാക്ക് ഇതിന് കാരണം. ഇത്രയും മനുഷ്യർ മരിച്ചു വീഴാൻ കാരണം ഞാനാ. എന്റെ കണ്ടുപിടുത്തങ്ങൾ, ഈ ചോര മുഴുവൻ എന്റെ കയ്യിലാണ്. എന്റെ ടെക്നോളജി ഞാൻ മനുഷ്യരിലേക്ക് കൊടുക്കുമ്പോൾ അവർ നന്നാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് അവർ പരസ്പരം പോരാടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷെ ഇതൊരുപാട് കൂടിപ്പോയി. മനുഷ്യർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മനുഷ്യരിൽ നിന്ന് മനുഷ്യത്വം ഇല്ലാതെയായി. ഡ്രൂ പറഞ്ഞത് ശരിയായിരുന്നു. നമ്മളുടെ ഈ മിഷൻ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. മനുഷ്യരെ രക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോ അവർ കൂട്ടത്തോടെ ഇല്ലാതെയാവാനും ഞാൻ തന്നെ കാരണവുമാണ്. ഈ മനുഷ്യർ ഇവരെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവർ രക്ഷപ്പെടാൻ അർഹരല്ല. ഞാനിനി ഇവരുടെ ഒരു കാര്യത്തിനുമില്ല. ഇവർ വികസിച്ചിടത്തോളം മതി. അങ്ങനെ പറഞ്ഞ് ഫാസ്റ്റോസ് ഭയങ്കരമായിട്ട് കരയുവാണ്. അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധമാണ്. പണ്ട് മനുഷ്യരിലേക്ക് പതുക്കെ പതുക്കെ കൊടുത്ത ടെക്നോളജികൾ കാരണമാണ് അവരുടെ ബുദ്ധി ഇത്ര വികസിച്ചതും അവസാനം കണ്ടുപിടുത്തങ്ങൾ ഈ ആറ്റം ബോംബിൽ എത്തി നിൽക്കുന്നതും. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ റിയൽ ലൈഫിലും ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ആറ്റം ബോംബ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയത് നമ്മളുടെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ആറ്റം ബോംബിന്റെ കണ്ടുപിടുത്തത്തിന് കാരണമായത് മിസ്റ്റർ ഓപ്പൺഹൈമർ ആണ്. ഇവർ രണ്ടുപേരും ഹിരോഷിമയിൽ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞെന്നറിയോ? അവർക്കും കുറ്റബോധം സഹിക്കാൻ പറ്റിയില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അറ്റോമിക് റിസർച്ച്. അതേസമയം ഓപ്പൺഹൈമർ പറഞ്ഞത് എന്താണെന്നറിയോ? നൗ ഐ എം ബിക്കം ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് വേൾഡ്സ്. അതായത് ഭൂമിയിലേക്ക് മരണം വിതച്ചവനായി ഞാൻ മാറിയിരിക്കുന്നുവെന്ന്. ഇതുപോലെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും അതിന് നല്ല വശങ്ങളും ഉണ്ട്, മോശം വശങ്ങളും ഉണ്ട്. പക്ഷെ ആ കണ്ടുപിടുത്തം കാരണം ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച ആൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത്. നമ്മളുടെ ഫാസ്റ്റോസ് കണ്ടുപിടുത്തങ്ങളൊക്കെ നിർത്തി ഒരു കുടുംബമായിട്ട് ജീവിക്കുവാണ്. അവനൊരു മകനുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു ഭർത്താവുണ്ട്. അതെ ഗൈസ്, ഫാസ്റ്റോസിന് ആണുങ്ങളെ തന്നെയാണ് ഇഷ്ടം. ഈ സമയത്താണ് അങ്ങോട്ട് സെർസിയും ഇക്കാരിസും വരുന്നത്. ഫാസ്റ്റോസ് തന്റെ പാർട്ട്ണറായിട്ടുള്ള ബെന്നിനോട് ഇവർ രണ്ടുപേരും എന്റെ കൂടെ കോളേജിൽ പഠിച്ചവരാന്ന് പറയുന്നു, കോളേജ് ഫ്രണ്ട്സ്. പക്ഷെ അത് കേട്ടിട്ട് ബെന്നിന് അത്ര വിശ്വാസം വരുന്നില്ല. കാരണം സെർസിയുടെയും ഇക്കാരിസിന്റെയും അമ്മാവന്റെ പോലത്തെ ഒന്നും ഫാസ്റ്റോസിനെ കണ്ട. പക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം പറയാം, ആരെയും കണ്ടിട്ട് ഒന്നും തീരുമാനിക്കരുത്. ഈ ആക്ടേഴ്സിന്റെ കാര്യം നോക്കുമ്പോൾ ഇക്കാരിസായ നടനേക്കാളും 4 വയസ്സ് കൂടുതലാണ് സെർസിയായ നടിക്ക്. സെർസിയായ നടിയേക്കാളും വെറും 1 വയസ്സേ ഫാസ്റ്റോസ് ആയ നടന് കൂടുതലുള്ളൂ. അത് നീലാവട്ടെ. അപ്പോഴാണ് ഫാസ്റ്റോസിന്റെ മോൻ ഇക്കാരിസിനെ കണ്ടിട്ട് ദേ സൂപ്പർമാൻ വന്നേക്കുന്നു പറയുന്നത്. നേരത്തെ ബാറ്റ്മാന്റെ റെഫറൻസ് ആണെങ്കിൽ ഇപ്പൊ സൂപ്പർമാന്റെ റെഫറൻസ്. അപ്പൊ ഈ ചെക്കൻ സൂപ്പർമാന്റെ ഫാനാണെന്ന് തോന്നുന്നത്. എന്തോ നമ്മുടെ ഇക്കാരിസിന്റെ മുഖം കാണുമ്പോ സൂപ്പർമാന്റെ മുഖമായിട്ട് ചെറിയ സാമ്യത ആ ചെക്കന് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും സൂപ്പർമാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവരുള്ളിലേക്ക് പോയി. ഇപ്പൊ സെർസിയും ഇക്കാരിസ് നോക്കുമ്പോ ഫാസ്റ്റോസ് അവന്റെ കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായി. അവനവന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. പാർട്ട്ണറായിട്ടുള്ള ബോബിനെയും അതെ. ഫാസ്റ്റോസും മോനും കൂടി സന്തോഷത്തോടെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് സെർസിയും ഇക്കാരിസും അകലെ നിന്ന് ഒളിച്ചു നോക്കുവാണ്. ഫാസ്റ്റോസ് അവരെ കണ്ടപ്പോഴേക്കും അവർ പെട്ടെന്ന് ഓടിപ്പോയി. ഒന്നും അറിയാത്ത പോലെ ഏതോ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാരിസ് വായിക്കുന്നത് സ്റ്റാർ വാർസിന്റെ ഒരു ബുക്കാണ്. സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവെഞ്ചേഴ്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ അതുപോലെയുള്ള ഒരു സംഭവമായിരുന്നു. എന്നാൽ അതിന്റെ സിനിമകളും സീരീസും ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അത് സൂപ്പറൊക്കെ തന്നെയാണെങ്കിലും ഒരുപാട് പേർക്ക് സ്റ്റാർ വാർസിനെ പറ്റി അറിയില്ല. ഇവിടെ മാത്രമല്ല, കിങ്ങോയുടെ പ്രൈവറ്റ് ജെറ്റിലും സ്റ്റാർ വാർസിന്റെ റെഫറൻസ് ബാക്കിലെ TV സ്ക്രീനിൽ ഇവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ബാറ്റ്മാൻ, സൂപ്പർമാൻ, സ്റ്റാർ വാർസ് ഇങ്ങനെ പല റെഫറൻസും കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളുടെ കിങ്ങോ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഫാനാ. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഏറ്റവും ആദ്യത്തെ ഷീൽഡിന്റെ അതേപോലെയുള്ള ഒരു ഷീൽഡ് നമ്മൾ കിങ്ങോയുടെ അടുത്ത് കണ്ടു. അത് മാത്രമല്ല,
മാത്രമല്ല കിങ്ങോ സിനിമയ്ക്ക് വേണ്ടി ഒരു ഡാൻസ് ഷൂട്ട് ചെയ്തല്ലോ, ആ ഷൂട്ടിന്റെ ഇടയ്ക്ക് കൂടെയുള്ള ആളുകൾ പിടിച്ചിരിക്കുന്ന ഷീൽഡ് കണ്ടോ, കറക്റ്റ് നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് പോലെ തന്നെ. അപ്പൊ കിങ്ങോ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഫാൻ ആയിരിക്കും. എന്തായാലും ഫാസ്റ്റോസ് ഇവരോട് അഭിനയൊക്കെ നിർത്തിക്കോളം പറയുന്നു, അതായത് കാര്യത്തിലേക്ക് കടക്കാൻ. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഫാസ്റ്റോസിന് പെട്ടെന്നൊരു ഞെട്ടൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അജാക്ക് അല്ലെങ്കിൽ അരിഷം മനുഷ്യരുടെ വഴക്കുകളിലും യുദ്ധങ്ങളിലും ഇടപെടരുതെന്ന് ഇവരോട് പറഞ്ഞത്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. യുദ്ധങ്ങൾ നടന്നാലാണ് അതിനു വേണ്ട ആയുധങ്ങൾ മനുഷ്യരുണ്ടാക്കൂ, അല്ലെങ്കിൽ അവിടെ മുറിവുകൾ പറ്റുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ മനുഷ്യർ കണ്ടുപിടിക്കൂ. ഓരോ യുദ്ധം കഴിയുമ്പോഴും അടുത്ത വട്ടത്തെ യുദ്ധം നടക്കുമ്പോൾ നല്ല രീതിയിൽ പോരാടാനും പ്രതിരോധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മനുഷ്യർ വീണ്ടും കണ്ടുപിടുത്തങ്ങൾ നടത്തും. പുതിയ മരുന്നുകൾ, പുതിയ ആയുധങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് കണ്ടുപിടുത്തങ്ങൾ. ഇങ്ങനെ മനുഷ്യരാശി അവരുടെ ബുദ്ധി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും വികസിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വികസിച്ചാലേ ഭൂമിയിലെ ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യർ ഒരു കൃത്യമെണ്ണത്തിലേക്ക് എത്തൂ. അപ്പോഴാണ് അവരുടെ എനർജി എടുത്തിട്ട് പുതിയൊരു സെലസ്റ്റൈൽ ജനിച്ചു വരും. സോ എല്ലാം ഇപ്പൊ ഫാസ്റ്റോസിന് മനസ്സിലാവുന്നുണ്ട്. ഇറ്റേണൽസിന്റെ മിഷൻ ഒരിക്കലും മനുഷ്യരെ സമാധാനത്തോടെ കൊണ്ടുപോകാന്നുള്ളതല്ലായിരുന്നു, മറിച്ച് സെലസ്റ്റൈൽ ജനിക്കാൻ വേണ്ടി അത്രയും കാലം വരെ മാത്രം മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ കൂടുതലൊന്നുമല്ല. നമ്മൾ ഈ വിളവെടുക്കാൻ വേണ്ടി കൃഷിയൊക്കെ ചെയ്യില്ലേ, അതുപോലെ സെലസ്റ്റൈൽ ജനിക്കാൻ വേണ്ടി ഇവർ മനുഷ്യരെ കൃഷി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഫാസ്റ്റോസ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഫാസ്റ്റോസിന്റെ കണ്ടുപിടുത്തങ്ങളാണ് പിന്നീട് ആറ്റം ബോംബിലേക്കും ഹിരോഷിമയിലെ ദുരന്തത്തിലേക്കും ഒക്കെ നയിച്ചത്. ഇപ്പൊ ഫാസ്റ്റോസ് അതിൽ നിന്നൊക്കെ മാറി സ്വന്തം ഫാമിലിയുമായിട്ട് ജീവിക്കുകയാണ്. ഇവരെ വിട്ട് വരാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നും ഫാസ്റ്റോസിന് താല്പര്യമില്ല. അതുകൊണ്ട് ഇറ്റേണൽസിനെ സഹായിക്കാൻ പറ്റില്ല എന്നാണ് ഫാസ്റ്റോസ് പറയുന്നത്. അദ്ദേഹം ഇപ്പൊ കണ്ടുപിടുത്തങ്ങൾ നടത്താറില്ല. അതായത് ഇപ്പോ മോന്റെ സൈക്കിള് കേടായ പോലും ഫാസ്റ്റോസ് അവന്റെ പവറുകൾ ഉപയോഗിക്കാറില്ല, വെറും കൈ വെച്ചാണ് അത് ശരിയാക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ജീവിച്ചു പോകുന്ന ഫാസ്റ്റോസിന് ഇനി ഒരു ഫൈറ്റിനൊന്നും വയ്യാന്നാണ് അങ്ങേര് പറയുന്നത്. അപ്പൊ ഇക്കാരിസ് പെട്ടെന്ന് അവന്റെ കണ്ണിലെ ലേസർ ഈ വീടിന്റെ ജനലിലേക്ക് വിട്ടു നോക്കുവാണ്. പക്ഷെ ജനൽ പൊട്ടിയില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഫാസ്റ്റോസ് അങ്ങയുടെ ടെക്നോളജി വെച്ച് ഈ വീടിനെ നല്ല ശക്തമാക്കി വെച്ചിരിക്കുവാണ്. അപ്പൊ ടെക്നോളജി ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞത് ഒരു നുണയാണ്. സ്വന്തം ഫാമിലിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഫാസ്റ്റോസ് ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. ഡീവിയൻസിനെ തടയാനോ മറ്റോ ആയിരിക്കാം ഫാസ്റ്റോസ് ഇങ്ങനെ വീടിനെ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇക്കാരിസിന് വേറൊരു സംശയം, അങ്ങനെയാണെങ്കിൽ ഈ മേശ വൈബ്രേനിയം കൊണ്ടുള്ളത് എങ്ങനെയാണോ? അങ്ങനെ ചോദിച്ചിട്ട് ഇക്കാരിസ് ആ മേശയ്ക്ക് ഒറ്റയിടി. പാവം ഫാസ്റ്റോസ് ആ മേശ ഷോപ്പ് കാലിയാക്കലിന്റെ സമയത്ത് വാങ്ങിക്കൊണ്ടു വന്നതാ. ഇക്കാരിസിന്റെ ഒറ്റയിടിക്ക് ആ മേശ തവിട് പൊടിയായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഇക്കാരിസിന് വൈബ്രേനിയത്തിനെ പറ്റി അറിയാം. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ഒരു പക്ഷേ ആ വൈബ്രേനിയത്തിന്റെ ഉൽക്ക ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വന്ന് വീണതിൽ ഇറ്റേണൽസിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ലായിരിക്കും അല്ലെ? എന്തായാലും അവർ ഒരു കാര്യം പറയുന്നുണ്ട്. ഫാസ്റ്റോസ് ഇപ്പൊ ഫാമിലിയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഡീവിയൻസ് അവരെ ഉപദ്രവിക്കാൻ വരും, അല്ലെങ്കിൽ ഭൂമി പൊട്ടിത്തെറിച്ച് എല്ലാവരും മരിക്കുന്ന കൂട്ടത്തിൽ ഫാസ്റ്റോസിന്റെ ഫാമിലി മരിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് ഇപ്പൊ വന്ന് ഫൈറ്റ് ചെയ്യുന്നതല്ലേ, സെലസ്റ്റൈലിനെ ഉറക്കി കെടുത്താൻ സഹായിക്കുന്നതല്ലേ നല്ലത്. ഫാസ്റ്റോസ് ഒന്ന് ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ഫാസ്റ്റോസിന്റെ പാർട്ണർ അങ്ങോട്ട് വന്ന് എന്തായാലും ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുവാണ്. എന്ത് കാര്യമാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഫാസ്റ്റോസ് ഇറ്റേണൽസിന്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഫാസ്റ്റോസും പാർട്ണറും ഇപ്പോ മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. അവർ ഭയങ്കര ഇഷ്ടത്തിലാണ്. ഓക്കെ മാർവൽ, കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ സ്വർഗാനുരാഗത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുകയാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ദയവ് ചെയ്ത് കിസ് ചെയ്യിപ്പിക്കരുത്. ചെയ്യല ആ ചെയ്തു. എന്തിനാ മാർവൽ ഇതൊക്കെ കാണിക്കുന്നത്? അങ്ങനെ ഫാസ്റ്റോസ് മോനോടും പാർട്ണറിനോടും യാത്ര പറഞ്ഞിറങ്ങി. ലോകം അവസാനിക്കാൻ ചാൻസ് ഉണ്ടെന്നൊന്നും അവർക്കറിയില്ല. അടുത്ത സീനി കാണിക്കുന്നത് ഇറാഖാണ്. ഇറാഖില് കുറെ പുരാവസ്തു ഗവേഷകർ ഒരു സാധനം കണ്ടെത്തി. അവരത് എന്താണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവരെയൊക്കെ ഡ്രൂഗ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് അവരെയൊക്കെ അവിടുന്ന് കാറി കയറ്റി വിട്ടു. ഈ പുരാവസ്തു ഗവേഷകർ എന്താ കണ്ടുപിടിക്കാൻ നോക്കിയെന്നറിയോ? അത് ഇറ്റേണൽസ് ഇങ്ങോട്ട് വന്ന ഡോമോ ഷിപ്പാണ്. അത് ഇറാഖിലെ ഒരു സ്ഥലത്ത് ഇവരെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതാണ് മനുഷ്യർ കണ്ടുപിടിക്കാൻ നോക്കിയത്. പക്ഷെ ഡ്രൂ അതിനെ തടഞ്ഞു. നമ്മളുടെ സ്പ്രൈറ്റിന്റെ സഹായത്തോടെ എല്ലാവരും ഇൻവിസിബിൾ ആയിട്ടാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇതിനെവിടെ ഒളിപ്പിച്ചു വെച്ചത് ഫാസ്റ്റോസ് ആണ്. അദ്ദേഹം കയ്യിൽ നിന്ന് ഡോമോ ഷിപ്പിന്റെ ഒരു മോഡൽ എടുക്കുമ്പോൾ ആ ഷിപ്പ് മണ്ണിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. കരുൺ പട്ടേൽ ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇയാൾ ഇതിനു മാത്രം ക്യാമറ എവിടെ വെച്ച് കൊണ്ടുവന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ അവരൊക്കെ ഡോമോ ഷിപ്പിന്റെ ഉള്ളിൽ കയറി. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവരിപ്പോ വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത്. എന്തായാലും കിങ്ങോ അവന്റെ ഡോക്യുമെന്ററി ഒരു ഹൊറർ മൂഡിയിൽ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കാലങ്ങളായി ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇതുവരെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതിന്റെ ഉള്ളിൽ മറ്റു വല്ല ജീവികൾ ഉണ്ടാവോ അറിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ സമയത്ത് കിങ്ങോയുടെ കയ്യിൽ നിന്ന് താഴെ വീണ ചിപ്സിന്റെ പാക്കറ്റ് ഫാസ്റ്റോസ് കയറി ചവിട്ടുവാണ്. അത് പൊട്ടിയപ്പോ ഫാസ്റ്റോസ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പൊ കിങ്ങോ പറയുന്നുണ്ട്, കണ്ടില്ലേ മനുഷ്യരെ, നിങ്ങളുടെ കൂടെ ജീവിച്ച് ഒരു ഇറ്റേണലായ ഫാസ്റ്റോസ് വരെ നിങ്ങളുടെ പോലെ പേടിത്തൊണ്ടനായി. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവിടെ നമ്മളുടെ മക്കാരി ഇരിക്കുന്ന സൂപ്പർ സ്പീഡുള്ള മക്കാരി. അപ്പൊ മക്കാരി ഈ ഡോമോഷിപ്പിൽ തന്നെയായിരുന്നു താമസം എന്നാണ് തോന്നുന്നത്. മണ്ണിന്റെ അടിയിലായിരുന്നെങ്കിലും ഇതിലേക്ക് വരാനും പോകാനുള്ള വഴിയൊക്കെ മക്കാരിക്ക് അറിയുമായിരിക്കും. ഫാസ്റ്റോസിന്റെ ലാബ് ഉള്ള സ്ഥലത്താണ് മക്കാരി ഇരിക്കുന്നത്. അവളുടെ സ്വഭാവം അറിയാലോ, പുരാതന വസ്തുക്കളോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ കൊണ്ടുവരുന്നതും മേടിക്കുന്നതും മോഷ്ടിക്കുന്നതുമായിട്ടുള്ള പുരാതന വസ്തുക്കളൊക്കെ അവൾ ഇവിടെ കൊണ്ടുവന്ന് കുന്നുകൂട്ടി വെച്ചിരിക്കുവാണ്. എന്റെ
എന്റെ ലാബ് ഈ കോലത്തിലാക്കിയില്ലേ എന്ന് ഫാസ്റ്റോസ് ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ മക്കാരിയെ കണ്ടിട്ട് 100 കണക്കിന് വർഷങ്ങളായി. പിന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കണം, ഈജിപ്ഷ്യൻ പുരാണത്തിനോടും മക്കാരിക്ക് ഒരു ഇഷ്ടമുണ്ട്. ഈജിപ്തിലെ ശവക്കലറ അല്ലെങ്കിൽ സാക്രോഫാഗസിന്റെ ഒരു മോഡൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈജിപ്ഷ്യൻ ദൈവമായിട്ടുള്ള ആനുബിസിന്റെ ഒരു പ്രതിമയും മക്കാരി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ആനുബിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂൺ നൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരാളുടെ ഹൃദയം എടുത്ത് ത്രാസിന്റെ ഒരു സൈഡിൽ വെക്കും, മറ്റേ സൈഡിൽ തൂവൽ വെക്കും, എന്നിട്ട് തൂക്കി നോക്കും. ബാലൻസ് ആയില്ലെങ്കിൽ അമിത് എന്ന് പറയുന്ന മുതൽ വന്ന് ഹൃദയം കടിച്ചു തിന്നുമെന്നൊക്കെ. ആ ത്രാസ് തൂക്കി നോക്കുന്ന ദൈവമാണ് അനുബിസ്. എന്തോ കാരണം കൊണ്ട് അനുബിസിനെ കല്ലിലടച്ചു വെച്ചത് കൊണ്ടാണ് ടെവരറ്റ് ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ. എന്തായാലും മൂൺ നൈറ്റിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലോ, ഞാൻ മൂൺ നൈറ്റ് ഒന്നും കൂടി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്താലോ? അത്രയ്ക്ക് വേണ്ടല്ലേ? പക്ഷെ ഞാൻ ചില റൂമേഴ്സ് കേട്ടു, അവെഞ്ചേഴ്സ് സീക്രട്ട് വാർസിന് ശേഷം ഒരുപക്ഷെ മൂൺ നൈറ്റ് തിരിച്ചു വന്നേക്കും. അത് ശരിയായിരുന്നെങ്കിൽ വളരെ നന്നായി. എനിവേ, ഇപ്പൊ ഫാസ്റ്റോസ് അദ്ദേഹത്തിന്റെ ടെക്നോളജി വെച്ച് സെലസ്റ്റിയലിനെ ഓർക്കാനായിട്ട് ആവശ്യമുള്ള എന്തോ മെഷീൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തീന അവിടെയുള്ള ഒരു വാള് വെച്ച് കുറെ അഭ്യാസങ്ങൾ കാണിക്കുന്നു. അപ്പൊ സ്പ്രൈറ്റ് ചോദിക്കുന്നുണ്ട്, ഇത് ഇബോണി ബ്ലേഡ് ആണോന്ന്. അപ്പോഴാണ് തീന പറയുന്നത്, ഇത് ഇബോണി ബ്ലേഡ് അല്ല, ഇത് എക്സ്കാലിബർ ആണെന്ന്. ആർദറിന് തീനയുടെ മേലെ ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് സ്പ്രൈറ്റും പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, എന്തൊക്കെയാ ഇവര് പറയുന്നതെന്ന്. ഈ സ്പ്രൈറ്റ് പറഞ്ഞ ആർദർ രാജാവായിട്ടുള്ള കിങ് ആർദർ ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ ചുരുക്കി പറയാം, ഒരു രാജ്യത്തിന് രാജാവില്ലാതെയാവുന്നു. അപ്പൊ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ഒരു കല്ലിൽ ഉറച്ചു നിർത്തിയിരിക്കുന്ന ഒരു വാൾ. ആ വാൾ ആർക്കാണോ പുറത്തെടുക്കാൻ സാധിക്കുന്നത് അവരായിരിക്കും അടുത്ത രാജാവ്. മെർലിൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയാണ് ആർദറിനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ആർദർ മറ്റാർക്കും വലിച്ചെടുക്കാൻ പറ്റാത്ത ഈ വാൾ കല്ലിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചൂരിയെടുത്തു. അങ്ങനെ അദ്ദേഹം രാജാവായി മാറി. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു യുദ്ധത്തിന്റെ ഇടയ്ക്ക് ആ വാൾ ഒടിഞ്ഞുപോയി. അപ്പൊ കിങ് ആർദറിന് പുതിയ വാൾ വേണമല്ലോ. അപ്പൊ ഇതേ മന്ത്രവാദിയായിട്ടുള്ള മെർലിൻ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു മാന്ത്രിക തടാകത്തിന്റെ അടുത്തേക്ക് പോവാണ്. ആ തടാകത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കൈ ഒരു പുതിയ അതിശക്തമായിട്ടുള്ള വാൾ കിങ് ആർദറിന് കൊടുക്കുന്നു. ഈ വാളാണ് എക്സ്കാലിബർ. അതാണ് തീന ഇപ്പൊ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ തീന പണ്ട് അധീന ദേവതയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന സ്ത്രീയാണല്ലോ. അതുകൊണ്ടായിരിക്കും കിങ് ആർദറിന് തീനയോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് സ്പ്രൈറ്റ് പറയുന്നത്. അതോ ഇനി കിങ് ആർദറും തീനയും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നോ? ഒരുപക്ഷെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പിന്നെ ഒരു പേര് കൂടി സ്പ്രൈറ്റ് പറഞ്ഞല്ലോ, ഇബോണി ബ്ലേഡ്. അതെന്താന്ന് സമയമാകുമ്പോ പറയാം. ഈ സമയത്ത് കിങ്ങോ മക്കാരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ മക്കാരി ഞെട്ടിപ്പോയി. മക്കാരി കാലങ്ങളായിട്ട് ഇവർ ഒളിമ്പിയ ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്നും എന്തെങ്കിലും ഒരിക്കൽ അവിടേക്ക് തിരിച്ചു പോകാന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ അവളുടെ ആ പ്രതീക്ഷ പോയി. അത് മാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് ലോകം അവസാനിക്കാൻ പോവാന്ന് പറയുന്നത്. എന്തായാലും മക്കാരി പറയുന്നു, കാലങ്ങളായിട്ടുള്ള എന്റെ ഈ ബോറടിക്ക് ഒരു അവസാനം ആവല്ലോ എന്ന്. അത് കേട്ടപ്പോ കിങ്ങോക്ക് വിഷമമായിട്ട്, ബോറടി മാറ്റാൻ എന്റെ കുറച്ച് സിനിമകളിൽ ഇരുന്ന് കാണായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് മക്കാരിക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ലോകം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവസാനിച്ചെന്ന് മക്കാരി പറയുന്നു. ഈ സമയത്ത് ഇക്കാരിസ് ഐപാഡ് ആണെന്ന് വിചാരിച്ച് എന്തോ ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഡ്രൂ എന്ന് പറയുന്നത്, എന്റെ പൊന്നിക്കാരിസ് ഇത് ഐപാഡ് ഒന്നും അല്ല, നിനക്ക് പുതിയ ഡിവൈസുകളെ പറ്റി ഒന്നും അറിയില്ലാല്ലേ, അതെനിക്ക് തന്നേക്ക്. അങ്ങനെ പറഞ്ഞ് ഡ്രൂ ആ സാധനം മേടിച്ചോണ്ട് പോവാണ്. അപ്പൊ ഇക്കാരിസിന് ഐപാഡ് എന്താന്ന് പോലും അറിയില്ല. ഡ്രൂ മേടിച്ചോണ്ട് പോയ സാധനം മക്കാരി കുറെ നാളായിട്ട് അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന എമറാൾഡ് ടാബ്ലറ്റ് ആണ്. ഇതെങ്ങനെയാ മക്കാരി കണ്ടുപിടിച്ചതെന്ന് ഡ്രൂ ചോദിക്കുന്നുണ്ട്. ഡ്രൂ വന്ന ഉടനെ എന്റെ സുന്ദരി മക്കാരി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണോ അല്ലയോ ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾക്ക് മാത്രമല്ല, ഫാസ്റ്റോസിനും കിങ്ങോക്കും മനസ്സിലാവുന്നില്ല. ഇനി ഒരു വല്ല സിറ്റുവേഷൻഷിപ്പോ മറ്റോ ആയിരിക്കോ, അതായത് ഈ സിറ്റുവേഷൻ അനുസരിച്ച് ആളെ മാറ്റുന്ന പരിപാടി. എന്തായാലും ഫാസ്റ്റോസ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞു. എല്ലാവർക്കും കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റുകളാണ് ഫാസ്റ്റോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം കിങ്ങോ കളിയാക്കി, ഒരു സെലസ്റ്റിയലിനെ തോൽപ്പിക്കാൻ ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റോസ് അവർക്ക് പറഞ്ഞു കൊടുത്തു, സെലസ്റ്റിയൽസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി ഉൽപാദകരാണ്, എനർജി ഉണ്ടാക്കുന്നവർ. അരിഷം ഇറ്റേണൽസിനെ ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞതുപോലെ കോസ്മിക് എനർജി യൂസ് ചെയ്താണ് ഉണ്ടാക്കിയത്. ആ കോസ്മിക് എനർജി ഒരിക്കലും തീരാത്ത അളവിൽ ഇറ്റേണൽസിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത് ഉപയോഗിക്കപ്പെടുന്നത് ഇറ്റേണൽസിന്റെ ബോഡി എപ്പോഴും റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ്. അതായത് അവർക്ക് മരണമില്ലാതിരിക്കാൻ സഹായിക്കുന്നത് ഈ കോസ്മിക് എനർജി എപ്പോഴും ഇറ്റേണൽസിന്റെ ശരീരത്തിലുള്ളത് കൊണ്ടാണ്. ഇനി ഈ ബ്രേസ്ലെറ്റിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, എല്ലാ ഇറ്റേണൽസും ഇതിട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ളത്ര സമയത്തേക്ക് ഈ റീജനറേഷൻ നിർത്തിവെക്കാൻ പറ്റും. എന്നിട്ട് അതിനാവശ്യം വരുന്ന ഈ കോസ്മിക് എനർജി എല്ലാ ഇറ്റേണൽസിനും കൂടി തെരഞ്ഞെടുക്കുന്ന ഒരു ഇറ്റേണലിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഇറ്റേണലിന് വളരെ വലിയ ലെവലിൽ അവന്റെ കഴിവ് ഉപയോഗിക്കാൻ പറ്റും. അതായത് ചുരുക്കി പറഞ്ഞ എല്ലാ ഇറ്റേണൽസും ഫാസ്റ്റോസ് ഉണ്ടാക്കിയ ഈ ബ്രേസ്ലെറ്റ് ഇടണം. എന്നിട്ട് എല്ലാവരുടെയും എനർജി ഡ്രൂവിന് കൊടുക്കണം. അപ്പൊ ഡ്രൂവിന് ഒരുപാട് വലിയ ലെവലിൽ അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അവന് സെലസ്റ്റിയലിനെ ഉറക്കി കെടുത്താൻ പറ്റും. ഇതാണ് ഫാസ്റ്റോസിന്റെ പ്ലാൻ. ഇതിന്റെ ഐഡിയ അങ്ങർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ, ഡീവിയൻസ് ഇറ്റേണൽസിന്റെ എനർജി വലിച്ചെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇറ്റേണൽസിന്റെ കഴിവുകളും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇറ്റേണൽസിന് പരസ്പരം അങ്ങനെ ചെയ്തുകൂടാ? പരസ്പരം എന്തുകൊണ്ട് അവർക്ക് എനർജി കൈമാറ്റം ചെയ്തുകൂടാ? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഫാസ്റ്റോസിന് ഈ ഐഡിയ തോന്നിയത്. ഈ പരിപാടിക്ക് ഫാസ്റ്റോസ് ഒരു പേര് വിട്ടിട്ടുണ്ട്, യൂണി മൈൻഡ്. യൂണി എന്ന് വെച്ചാൽ ഒന്ന്, മൈൻഡ് എന്ന് വെച്ചാൽ മനസ്സ്. അതായത് ഒറ്റ മനസ്സ്. ഒറ്റ മനസ്സോടെ എല്ലാ ഇറ്റേണൽസും ഇത് ചെയ്താലാണ് സംഭവം സക്സസ് ആവും. ഈ പേര് ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഇപ്പൊ പേരല്ലല്ലോ ഇമ്പോർട്ടന്റ്. അപ്പൊ മക്കാരി ചോദിക്കുന്നു, ഇനി ഒരു പക്ഷേ ഡ്രൂവിന് ഇങ്ങനെ ചെയ്തിട്ട് ടൈമട്ട് എന്ന് പറയുന്ന സെലസ്റ്റിയലിനെ ഉറക്കാൻ പറ്റി തന്നെ വെക്ക്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്പൊ സെർസി അവളുടെ പ്ലാൻ പറയുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉടനെ മനുഷ്യരെല്ലാവരെയും അവർക്ക് ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റി താമസിപ്പിക്കാം.
താമസിപ്പിക്കാം. സെർസിയുടെ ഐഡിയ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സ്പ്രൈറ്റ് പറയുന്നു അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മാറ്റി താമസിപ്പിച്ച അവർക്ക് പെട്ടെന്ന് അവിടെ ജീവിക്കാൻ പറ്റില്ല. അതിനുള്ള സൗകര്യങ്ങളോ ഭക്ഷണങ്ങളോ കാര്യമോ ഒന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷെ സെർസി പറയുന്നു അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഇറ്റേണൽസ് ആയതുകൊണ്ട് ഇതിനു വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾക്ക് പറ്റും. ഇക്കാരിസ് ഒക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കിങ്ങോക്ക് വേറൊരു ഡൗട്ട്, ഇനി ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ടൈമോട്ടിനെ ഉറക്കി കിടത്തുന്നതിന് പകരം നമ്മളങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ? ഒരു സെലസ്റ്റീൽ ഇല്ലാതെയായ അത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന കോടിക്കണക്കിന് ജീവനുകളും കൂടിയാണ് ഇല്ലാതെയാവുന്നത്. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇക്കാരിസ് മാത്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ എല്ലാവരും ഇക്കാരിസിനോട് അഭിപ്രായം പറയാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ അജാക് സെർസിയാണല്ലോ ഇറ്റേണൽസിന്റെ ലീഡർ ആവാൻ വേണ്ടി തെരഞ്ഞെടുത്ത്, അതുകൊണ്ട് സെർസിയുടെ തീരുമാനമാണ് ഫൈനലെന്ന് ഇക്കാരിസ് പറയുന്നു. സ്പ്രൈറ്റിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഓൾറെഡി ഇക്കാരിസിന് ഇഷ്ടമാണ്. അപ്പൊ അവൾ പറയുന്നു കൂട്ടത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഇറ്റേണൽ ഇക്കാരിസ് ആണ്. അപ്പൊ നമുക്ക് ഇക്കാരിസ് പറയുന്ന പോലെ കേൾക്കാന്ന്. ഇക്കാരിസ് ഒന്നും പറയാത്തതുകൊണ്ട് സ്പ്രൈറ്റ് പിണങ്ങിപ്പോയി. അപ്പൊ ഇക്കാരിസ് അവളുടെ പിന്നാലെ പോയി. അപ്പൊ കിങ്ങോ ഇക്കാരിസിന്റെ പിന്നാലെ പോയി. ഈ കിങ്ങോക്ക് ഇക്കാരിസിന് ഭയങ്കര വിശ്വാസവും ബഹുമാനവും ഒക്കെയാണ്. ബോസ് എന്നാണ് കിങ്ങോ ഇക്കാരിസിനെ വിളിക്കാറുള്ളത്. അപ്പൊ കിങ്ങോ പറയുന്നു സ്പ്രൈറ്റ് പിണങ്ങിപ്പോയൊന്നും കാര്യമാക്കണ്ട, അവളുടെ സ്വഭാവം തന്നെ അങ്ങനെയാ. അവൾ പറഞ്ഞ പോലെ നീയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ശക്തൻ. അപ്പൊ നിന്റെ തീരുമാനം എന്തായാലും ശരിയായിരിക്കും. ഞാൻ പണ്ട് തൊട്ടേ നീ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാ, അതുകൊണ്ട് ഈ വട്ടവും ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കും. അപ്പൊ ഇക്കാരിസ് ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധം ഉള്ളതുപോലെ അവനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഞാൻ നീ വിചാരിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ് ഇക്കാരിസ് നടന്നുപോയി. അവൻ എന്താ ഉദ്ദേശിച്ചെന്ന് കിങ്ങോക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഇക്കാരിസ് ഒറ്റയ്ക്ക് വന്ന ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. എന്നിട്ട് 6 ദിവസം മുന്നേ നടന്നൊരു കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നു. 6 ദിവസം മുന്നത്തെ അജാക് താമസിക്കുന്ന സൗത്ത് ഡക്കോട്ടയിൽ നടക്കുന്ന കാര്യങ്ങൾ. സത്യം പറയാലോ, നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റോറി കാണുന്നതെങ്കിൽ നിങ്ങളൊക്കെ ഞെട്ടാൻ പോവാണ്. കുറെ നാളായിട്ട് മറ്റിറ്റേണൽസുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ കഴിയുവാണ് അജാക്. അവള് കുതിരയൊക്കെ ഓടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഒരു ഒറ്റപ്പെട്ട വീട്. അവിടെ അജാക്കിനെ കാണാൻ ഇക്കാരിസ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അജാക് ഇനി എമർജൻസി നടക്കാൻ, അതായത് ഭൂമി പൊട്ടിത്തെറിച്ച് പുതിയൊരു സെലസ്റ്റിയൽ ജനിക്കാൻ വെറും 7 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുവാണ്. ഇത് കേട്ട് ഇക്കാരിസ് ഞെട്ടിപ്പോയി. ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ അവൻ സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും മനുഷ്യൻ ഇവരെ ഭൂമിയിലേക്ക് അയച്ച മിഷൻ കംപ്ലീറ്റ് ആവാൻ പോവാണല്ലോ. ഡീവിയൻസിനൊക്കെ ഇല്ലാതാക്കി ഭൂമിയിലെ ജനസംഖ്യ ഒരു കൃത്യം നമ്പർ എത്തി. അതുകൊണ്ട് തന്നെ ഒരു സെലസ്റ്റിയൽ ജനിക്കാനും പോവാണ്. ഈ എമർജൻസിന്റെ കാര്യം അജാക് നേരത്തെ ഇക്കാരിസിനോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇക്കാരിസ് സെർസിയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഇക്കാരിസ് അറിഞ്ഞ് ഈ ഭയപ്പെടുത്തുന്ന സത്യം അവന് സെർസിയോട് പറയാതിരിക്കാൻ പറ്റിയില്ല. കൂടുതൽ കാലം സെർസിയുടെ കൂടെ നിൽക്കും തോറും അത് തുറന്നു പറയാൻ ഇക്കാരിസിന് തോന്നിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം അവൻ സെർസിയെ വിട്ടു പോയത്. എന്തുകൊണ്ട് സെർസിയോട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ഇതറിഞ്ഞ സെർസി തീർച്ചയായിട്ടും ഭയങ്കര വിഷമത്തിലാവും. കാരണം സെർസിക്ക് മനുഷ്യരോട് അത്രയും സ്നേഹമുണ്ട്. അപ്പൊ സെർസിയോട് എമർജൻസിന്റെ കാര്യം പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇക്കാരിസ് അവളെ വിട്ടു പോയത്. എന്തായാലും ഇപ്പൊ സെർസി എവിടെയാണ് എന്ത് ചെയ്യുന്നൊക്കെ ഇക്കാരിസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ ലണ്ടനിൽ ഹാപ്പി ആയിട്ട് കഴിയുന്നുണ്ടെന്ന് ഇക്കാരിസിന് അറിയായിരുന്നു. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ആവാറായ സന്തോഷത്തോടെ ഇക്കാരിസ് ഇരിക്കുമ്പോഴാണ് അജാക് ഒരു കാര്യം പറയുന്നത്, നമ്മൾക്ക് എമർജൻസിന്റെ സത്യം എല്ലാ ഇറ്റേണൽസിനോടും തുറന്നു പറയണമെന്ന്. ഇക്കാരിസ് ഞെട്ടിപ്പോയി. അജാക് എന്താ ഇങ്ങനെ പറയുന്നത്? 7000 വർഷത്തോളം ഈ കാര്യങ്ങൾ മറ്റുള്ള ഇറ്റേണൽസിൽ നിന്ന് മറച്ചു വെച്ചു. ഇക്കാരിസിനോട് പോലും കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അജാക് ഈ കാര്യം വെളിപ്പെടുത്തിയത്. എന്നിട്ടിപ്പോ എമർജൻസി നടക്കാൻ വെറും 7 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോ എന്തിനു ബാക്കി ഇറ്റേണൽസിനോട് ഈ കാര്യം പറയണം? അപ്പോഴാണ് അജാക് ആ കാര്യം ഇക്കാരിസിനോട് പറയുന്നത്. എമർജൻസി നടക്കാൻ പാടില്ല, അതിനെ തടയണമെന്ന്. അതായത് അജാക്കിനും ഒരു സെലസ്റ്റിയൽ ജനിക്കാൻ വേണ്ടി ഈ ഭൂമിയെ പൊട്ടിത്തെറിപ്പിക്കാനും ഇവിടുത്തെ മനുഷ്യരെയൊക്കെ കൊല്ലാനും ആഗ്രഹമില്ല. അജാക്കിനും മനുഷ്യരെ രക്ഷിക്കണം എന്നാണ് ആഗ്രഹം. ലീഡറായിട്ടുള്ള അജാക്ക് തന്നെ ഇങ്ങനെ പറയുമ്പോ ഇക്കാരിസ് പിന്നെ എന്ത് ചെയ്യും? ഇക്കാരിസിന് അരിഷത്തിൽ ഭയങ്കര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അജാക് അരിഷത്തിനെ ചതിക്കുന്നത് പോലെയുള്ള ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് ഇക്കാരിസ് ചോദിക്കുമ്പോൾ അജാക് പറയാൻ തുടങ്ങി. 5 വർഷങ്ങൾക്ക് മുൻപ് താനോസ് പ്രപഞ്ചത്തിലെ പകുതിയോളം ജീവനുകളെ മായ്ച്ചു കളഞ്ഞു. അതിന്റെ ഒപ്പം ഈ ഭൂമിയിലെ പകുതിയോളം ആളുകളും മാഞ്ഞുപോയി. എമർജൻസി നടക്കണമെങ്കിൽ ഭൂമിയിലെ ജനസംഖ്യ ഒരു കൃത്യം സംഖ്യ എത്തണം. അതെത്തിയ സമയത്താണ് താനോസ് പകുതി പേരെ മായ്ച്ചു കളയുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ജനസംഖ്യ ഇല്ലാതെ അന്ന് എമർജൻസി നടന്നില്ല. അത് വൈകി. പക്ഷേ ഈ ലോകത്തിലെ മനുഷ്യർ എന്താ ചെയ്ത്? അവർ വെറുതെ ഇരുന്നില്ല, അവർ പോരാടി. എന്നിട്ട് 5 വർഷത്തിന് ശേഷം മാഞ്ഞുപോയ പകുതിയോളം പേരെ അവർ തിരികെ കൊണ്ടുവന്നു. നിങ്ങളോട് എല്ലാവരോടും എന്നെ വിട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഈ ലോകത്തിൽ സഞ്ചരിച്ചു. ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടി, അവരുടെ കൂടെ ജീവിച്ചു. അവരിൽ ഒരാളായി ജീവിച്ചു. അവർ വഴക്കിടുന്നതും യുദ്ധം ചെയ്യുന്നതും കൊല്ലുന്നതും ഒക്കെ ഞാൻ കണ്ടു. പക്ഷേ ഇതേ മനുഷ്യർ തന്നെ സമാധാനത്തോടെ കഴിയുന്നതും ചിരിക്കുന്നതും സ്നേഹിക്കുന്നതും ഞാൻ കണ്ടു. അവർ സ്വപ്നം കാണുന്നതും അവരുടെ ഭാവി നിർമ്മിക്കുന്നതും ഞാൻ കണ്ടു. ഐഷത്തിന് ഒരുപാട് വർഷങ്ങൾ ഞാൻ വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്തു. പക്ഷെ ഈ ഗ്രഹം, ഈ ഭൂമി, ഇവിടുത്തെ ആളുകൾ അവര് വ്യത്യസ്തരാണ്. ഈ മനുഷ്യർ എന്റെ ചിന്ത മാറ്റിമറിച്ചു. ഒരു സെലസ്റ്റിയലിന്റെ ജനനത്തിന് വേണ്ടി ഈ ഭൂമിയുടെയും ഇതിലെല്ലാ മനുഷ്യരുടെയും ജീവനാണ് വിലയായി കൊടുക്കേണ്ടി വരുന്നത്. അത് ശരിയല്ല ഇക്കാരിസ്. നമുക്കിത് തടഞ്ഞേ പറ്റൂ ഇക്കാരിസ്. നീ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഇക്കാരിസ് ഒരു നിമിഷം ആലോചിക്കുന്നു. അജാക് പറയുന്നത് ശരിയാ, എനിക്ക് മനസ്സിലായി. ഞാൻ അജാക്കിനെ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. യെസ് ഇക്കാരിസ്, നമുക്ക് ഉടനെ തന്നെ എല്ലാ ഇറ്റേണൽസിനെയും കണ്ട് ഈ കാര്യം പറയണം. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എമർജൻസി നിർത്താൻ പറ്റും. ശരിയാണ് അജാക്, പക്ഷെ അതിനു മുന്നേ എനിക്ക് നിങ്ങളൊരു കാര്യം കാണിക്കാനുണ്ട്. എന്റെ കൂടെ വരൂ. അങ്ങനെ പറഞ്ഞ് ഇക്കാരിസ് അജാക്കിനെ കൊണ്ട് അലാസ്ക എന്ന് പറയുന്ന മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ താഴെ ഒരു ഗർത്തത്തിലായിട്ട് കുറെ ഡീവിയൻസിനെയാണ് അജാക്കിന് കാണാൻ പറ്റുന്നത്. എന്താ സംഭവം എന്ന് ഇക്കാരിസ് പറയുന്നു. എമർജൻസിന്റെ ഭാഗമായിട്ട് ഭൂമിയുടെ അടിത്തട്ട് ചൂട് പിടിക്കാൻ തുടങ്ങി. ഭൂമി
പിരിമുറുക്കങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞിനടിയിൽ പെട്ടുകിടന്നിരുന്ന ഡീവിയൻസ് മഞ്ഞുരുകി പുറത്തേക്ക് ജീവനോടെ വരാൻ തുടങ്ങി. ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു എണ്ണ ഫാക്ടറിയിലെ എല്ലാ ജോലിക്കാരെയും ഡീവിയൻസ് പിടിച്ചു തിന്നു. ഇതാണ് ഇക്കാരിസ് പറയുന്നത്. ഈ ഡീവിയൻസിനെ ഫോളോ ചെയ്ത് ഇക്കാരിസ് ഈ സ്ഥലം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഇക്കാരിസ് പറയാൻ തുടങ്ങി, അജാക്ക്, നമ്മളെ അരിശം ഇങ്ങോട്ട് അയച്ചതിന്റെ ലക്ഷ്യം എമർജൻസ് നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അരിശത്തിൽ ശരിക്കും വിശ്വാസം ഉണ്ടെന്ന് ഞാൻ കരുതി, പക്ഷെ നിങ്ങൾ ആ വിശ്വാസം തെറ്റിച്ചു. എമർജൻസ് നിർത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് അരിശത്തിൽ വിശ്വാസമുണ്ട് എന്റെ അവസാനം വരെ. അതുകൊണ്ട് എമർജൻസ് തടയാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. അരിശത്തിനെ ചതിക്കാനും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. അപ്പൊ നീ എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അങ്ങനെയാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് അത് ചെയ്തൂടെ? സോറി അജാക്ക്, അതിന് എന്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്. അജാക്കിനെ കൊല്ലുന്നത് ഡീവിയൻസ് ആണെങ്കിൽ നിങ്ങളെ കാണാൻ മറ്റ് ഇറ്റേണൽസ് ഇങ്ങോട്ട് വരുമ്പോൾ ഡീവിയൻസ് തിരിച്ചു വന്നെന്ന് അവർ മനസ്സിലാക്കും. അവർ ഡീവിയൻസിനെതിരെ പോരാടാൻ പ്ലാനുകൾ ചെയ്യും, ഡീവിയൻസിനെ തോൽപ്പിക്കും. അതിന്റെ ഇടയ്ക്ക് എമർജൻസിനെ പറ്റി അവർ അറിയുകയില്ല, അതിനെ തടയാൻ ശ്രമിക്കുകയില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ ഡീവിയൻസിന്റെ മേലായിരിക്കും. എനിക്കെന്നും നിങ്ങളോട് ബഹുമാനം ഉണ്ടായിരുന്നു അജാക്ക്. നിങ്ങൾ എന്നോട് പറഞ്ഞ സത്യങ്ങൾ, ഈ എമർജൻസിനെ പറ്റിയുള്ള രഹസ്യം നൂറ്റാണ്ടുകളായി ഞാൻ മനസ്സിൽ തന്നെ വെച്ച് കൊണ്ടു നടന്നു, ആരോടും പറയാതെ. എന്റെ സെർസിയെ പോലും അതിന്റെ പേരിൽ എനിക്ക് വിട്ടുപോരേണ്ടി വന്നു. എന്നിട്ട് ഇതൊക്കെ എന്തിന്? അവസാന നിമിഷം അരിശത്തിനെ ചതിക്കാനോ? എന്റെ ലക്ഷ്യത്തെ ഞാൻ ഒരിക്കലും സംശയിച്ചില്ല. സെലസ്റ്റിയൽസിനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. നിങ്ങളത് മറന്നു അജാക്ക്. ഐ എം സോറി ഇക്കാരിസ്. നിന്റെ മനസ്സിൽ ഈ ലക്ഷ്യം ഉറപ്പിച്ചത് ഞാനാണ്. എമർജൻസി ഒരു തെറ്റായ ലക്ഷ്യമായിരുന്നു. പക്ഷെ അജാക്ക്, എനിക്കിപ്പോ അറിയുന്ന ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമാണ്. ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല. അങ്ങനെ പറഞ്ഞ് ഇക്കാരിസ് അജാക്കിനെ ഡീവിയൻസിന്റെ അടുത്തേക്ക് തള്ളിയിടുവാണ്. അങ്ങനെ അജാക്കിനെ കാണുന്ന ഡീവിയൻസ് അവളെ ആക്രമിക്കാൻ തുടങ്ങി. ആദ്യം ആക്രമിച്ച് മുറിവേക്കുമ്പോ അജാക്ക് അത് ഹീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ വീണ് കിടക്കുന്ന തോക്കെടുത്ത് ഡീവിയൻസിനെ വെടിവെക്കാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴാണ് ഡീവിയൻസിന്റെ ഇടയിലെ ലീഡറായ അല്ലെങ്കിൽ ശക്തനായ ക്രോ എന്ന് പറയുന്ന ഡീവിയന്റ് നമ്മളുടെ ഗിൽഗമേഷിന് ചെയ്ത പോലെ അജാക്കിനെ പിന്നിൽ നിന്ന് കുത്തുന്നത്. എന്നിട്ട് അവളുടെ ശക്തി വലിച്ചെടുക്കാൻ തുടങ്ങി. ഇതൊക്കെ വിഷമത്തോടെ ഇക്കാരിസ് മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അവന് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അരിശത്തിന്റെ വിശ്വസ്തനാണ്. അങ്ങനെ അജാക്കിന്റെ എല്ലാ ശക്തിയും വലിച്ചെടുത്ത് ഡീവിയന്റ് അവളെ കൊന്നുകളയുന്നു. ഇങ്ങനെയാണ് അജാക്ക് മരിച്ചത്. അത് കഴിഞ്ഞ് ഇക്കാരിസ് അജാക്കിന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയി അവളുടെ വീടിന്റെ അടുത്ത് വെക്കുന്നു. അജാക്കിന്റെ ശരീരവും ഗ്രേ കളറായി മാറി. താൻ വളരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന അജാക്കിനെ തനിക്ക് തന്നെ കൊല്ലേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇക്കാരിസിന് ഭയങ്കര വിഷമമായി. ഇതൊക്കെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതിന് മുന്നിൽ ആര് തടസ്സമായിട്ട് നിന്നാലും ഇക്കാരിസ് അവരെ കൊല്ലും. അവന് ദേഷ്യവും വിഷമവും കാരണം അവൻ ചുറ്റും ലേസർ വിടുവാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് അലറാൻ തുടങ്ങി. ഇക്കാരിസിന് ചെയ്തതിന്റെ കുറ്റബോധമുണ്ട്, പക്ഷെ അവന് വേറെ വഴിയൊന്നുമില്ല. ഇതേ സമയം അജാക്കിന്റെ പവർ വലിച്ചെടുക്കുന്ന ഡീവിയന്റ് അവന്റെ കൂടെയുള്ള മറ്റ് ഡീവിയൻസിനും ഈ ശക്തി പകർന്നു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഡീവിയൻസ് സ്വയം ഹീൽ ചെയ്യാൻ കഴിയുന്നവരായും കൂടുതൽ ശക്തരായി മാറിയത്. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇക്കാരിസ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. എന്തായാലും കഥ മുന്നേ അറിയാത്തവർക്ക് ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയി തോന്നിയിട്ടുണ്ടാവും. ആരെങ്കിലും വിചാരിച്ചോ ഇക്കാരിസ് ആയിരിക്കും വില്ലൻ? ഇതേ സമയം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളുടെ താനോസിനെ പറ്റി. ഒരു തരത്തിൽ പറഞ്ഞ താനോസ് വാസ് റൈറ്റ്, അതായത് താനോസ് ശരിയായിരുന്നു എന്ന് ഞാൻ പറയാറില്ലേ. ഇപ്പൊ ഒരു തരം മാത്രമല്ല, രണ്ടു തരത്തിൽ പറഞ്ഞാൽ താനോസ് വാസ് റൈറ്റ്. കാരണം എന്താണെന്നറിയോ? ഒരു തരത്തിൽ താനോസിന്റെ ഉദ്ദേശം ശരിയായിരുന്നു. പ്രപഞ്ചത്തിലെ പകുതിയോളം ജനങ്ങളെ മായ്ച്ചു കളഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമുള്ള റിസോഴ്സുകൾ ഉണ്ടാവും, ഭക്ഷണവും വെള്ളവും എല്ലാം. പക്ഷെ അതിന് തെരഞ്ഞെടുത്ത വഴി ശരിയായിരുന്നില്ല. പകുതിയോളം പേരെ മായ്ച്ചു കളയുകയാണ് ചെയ്തത്. പക്ഷെ അടുത്ത കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പറയാം. 2018 എമർജൻസിന് ആവശ്യമായിട്ടുള്ള അത്ര ജനസംഖ്യ ഭൂമി തികഞ്ഞു. അന്ന് എമർജൻസി നടക്കേണ്ടതായിരുന്നു. അതായത് ഭൂമി പൊട്ടിത്തെറിച്ച് നമ്മുടെ അവെഞ്ചേഴ്സ് അടക്കം എല്ലാ മനുഷ്യരും മരിക്കേണ്ടതായിരുന്നു. ഒരാൾക്ക് പോലും എമർജൻസിനെ പറ്റി അറിയുമായിരുന്നില്ല. അന്നങ്ങനെ നടക്കാതിരിക്കാൻ കാരണം താനോസ് ഒരൊറ്റ ആളാണ്. താനോസ് സ്നാപ്പ് ചെയ്ത് പകുതി ജനങ്ങളെ മായ്ച്ചു കളഞ്ഞപ്പോ സെലസ്റ്റിയൽ ജനിക്കാൻ ആവശ്യമുള്ള ജനസംഖ്യ ഇല്ലാതെയായി. അതുകൊണ്ടൊന്നും എമർജൻസി നടന്നില്ല. ഇപ്പൊ മനസ്സിലായോ? സ്നാപ്പ് ചെയ്ത് വീണ്ടും പകുതി ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്നപ്പോ തൊട്ടാണ് വീണ്ടും എമർജൻസിന് ആവശ്യമുള്ള അത്ര ജനസംഖ്യ ഭൂമി തിരിച്ചു വന്ന്. പ്രധാനപ്പെട്ട കാര്യം 2018 അജാക്കിന് പോലും എമർജൻസി തടയണമെന്നുള്ള വിചാരം ഉണ്ടായിരുന്നില്ല. മറ്റ് ഇറ്റേണൽസിനൊന്നും അതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആരെ എമർജൻസിനെ തടയുക? ആരും തടയില്ല. 2018 തന്നെ ഭൂമി പൊട്ടിത്തെറിച്ച് എല്ലാം ഇല്ലാതായാണ്. അതിനെയാണ് താനോസിന്റെ സ്നാപ്പ് തടഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ താനോസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന്? താനോസ് എമർജൻസിനെ പറ്റി അറിഞ്ഞിട്ടൊന്നും അല്ല ചെയ്തത്, പക്ഷെ സ്റ്റിൽ താനോസ് വാസ് റൈറ്റ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ സമയത്ത് സെർസി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇക്കാരിസിനെ കാണാൻ വേണ്ടി വരുവാണ്. എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് പണ്ട് പോയി കിടന്ന പാറപ്പുറമാണിതെന്നാണ്. അവിടുത്തെ ഓർമ്മകൾ അയവിറക്കി ഇക്കാരിസ് നിൽക്കുമായിരുന്നു. സെർസിക്ക് ഏകദേശം അറിയാം അവളുടെ പ്ലാനിനോട് ഇക്കാരിസ് യോജിക്കുന്നില്ല എന്ന്. അല്ലെങ്കിൽ ഇക്കാരിസ് എന്തെങ്കിലും പറഞ്ഞേനെ. അപ്പൊ ഇക്കാരിസ് അവളോട് പറയുന്നു, സെലസ്റ്റിയൽസ് ആണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് അരിഷ്യത്തിന്റെ പ്ലാൻ ഒരിക്കലും തെറ്റായിരിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ കുറെ പേർ മരിച്ചാലേ കുറെ പേർക്ക് ജനിക്കാൻ സാധിക്കും. അരിഷ്യത്തിന്റെ പ്ലാൻ കുറച്ച് ക്രൂരമായിരിക്കാം, പക്ഷെ നടക്കേണ്ടത് നടന്നു പറ്റൂ. ഇനി അതിന് കുറച്ച് നാൾ മാത്രമേ ബാക്കിയുള്ളൂ സെർസി. എനിക്ക് നിങ്ങളോട് പോരാടാൻ ആഗ്രഹമില്ല. പക്ഷെ എത്ര നാൾ ഇക്കാരിസ്? എത്ര നാൾ ഇത് തുടരും? എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വർഷങ്ങളോളം
ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഭൂമിയാണെങ്കിൽ നാളെ മറ്റൊരു ഗ്രഹവും അവിടെയുള്ള ആളുകളും ഒന്നും അറിയാതെ ഒരു സെലസ്റ്റിയലിന്റെ ജനനത്തിന് വേണ്ടി മരിക്കും. നമ്മൾ ഓർമ്മകൾ മായ്ക്കപ്പെട്ട് വീണ്ടും വീണ്ടും മറ്റുള്ള ഗ്രഹങ്ങളിൽ ഇതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഗ്രഹം നശിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സെർസി, എന്റെ ഓർമ്മകൾ മായ്ച്ചു കളയപ്പെടുന്നതുകൊണ്ടും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നിന്നെപ്പറ്റി മറക്കും എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു വിഷമം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് സെർസി, ഐ എം റിയലി സോറി. അങ്ങനെ പറഞ്ഞ് ഇക്കാരിസ് പോവാണ്. സെർസി ഇക്കാരിസിന്റെ കൈ പിടിക്കുമ്പോൾ ഒരു നിമിഷം അവൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് പോയി. അതിന്റെ ഇടയ്ക്ക് എമർജൻസ് തുടങ്ങിയതായിട്ട് സെർസിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. ഈ ടൈമറ്റ് എന്ന് പറയുന്ന പുതിയ സെലസ്റ്റിയലും സെർസിയുടെ ഉള്ളിലുള്ള ഗോൾഡൻ ബോളും എന്തോ ഒരു തരത്തിൽ കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് സെർസിക്ക് ഇത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അവൾ പെട്ടെന്ന് നിന്ന് എല്ലാവരോടും എമർജൻസി സ്റ്റാർട്ടായി എന്ന് പറയുന്നു. ഫാസ്റ്റോസ് അങ്ങയുടെ യൂണിമൈൻഡ് എന്ന് പറയുന്ന ഡിവൈസ് ഏറെക്കുറെ ഉണ്ടാക്കി തീർക്കാറായി. ഇതുണ്ടാക്കിയിട്ട് വേണം എല്ലാ ഇറ്റേണൽസിന്റെയും പവർ ഡ്രൂഗിന് കൊടുത്ത് അവനെ കൊണ്ട് സെലസ്റ്റിയലിനെ ഉറക്കി കിടത്താൻ. ഫാസ്റ്റോസിന്റെ കയ്യിൽ ഗ്ലോബിന്റെ ഹോളോഗ്രാം പോലെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിലെവിടെയാണ് ഭൂമിയിൽ എമർജൻസി നടക്കുന്നത്, അല്ലെങ്കിൽ വലിയ ഭൂമി കുലുക്കോ ഭൂമി ചൂട് കൂടുന്നതായിട്ടുള്ള സംഭവമൊക്കെ നടക്കുന്നതെന്ന് കാണാൻ പറ്റും. ഈ സാധനം ഫാസ്റ്റോസ് മക്കാരിയുടെ കൈ കൊടുക്കുകയാണ്. അവൾക്ക് സൂപ്പർ സ്പീഡ് ഉള്ളതുകൊണ്ട് അവളോട് ഈ സ്ഥലത്തേക്ക് ഓടിപ്പോയി കറക്റ്റ് എവിടെയാണ് എമർജൻസി നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് വരാൻ പറയുന്നു. മക്കാരി സൂപ്പർ സ്പീഡിൽ ഓടി. അങ്ങനെ അവൾ കുറെ അകലെ ഈ ഗ്ലോബി കാണിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ വിചാരിച്ച പോലെ തന്നെ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇവിടെയായിട്ടാണ് എമർജൻസി നടന്ന് ടൈമറ്റ് എന്ന് പറയുന്ന സെലസ്റ്റിയൽ ഭൂമി പൊട്ടിച്ചതറിച്ച് മുകളിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പൊ ഡ്രൂഗും തീനയും സംസാരിക്കുന്നുണ്ട്. തീനയ്ക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നേരത്തെ ഒരു ചെറിയ ഐഡിയ കിട്ടിയിരുന്നു. അത് മാഡോയറി എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളഞ്ഞു. ഇത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നിട്ടുണ്ടാവുമെന്ന് ഡ്രൂഗ് തീനയോട് പറയുന്നുണ്ട്. പക്ഷെ തീനയാണെങ്കിൽ എമർജൻസി തടയുന്നതിനേക്കാളും ബാക്കിയുള്ള ഡീവിയൻസിനെ മൊത്തം നശിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അവളുടെ കൂട്ടുകാരൻ ഗിൽഗമേഷിനെ കൊന്നുകളഞ്ഞത് ഡീവിയൻസാ. ഇപ്പൊ ഇക്കാരിസ് നേരെ പോയി ഡോമർഷിപ്പിലെ അവന് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുവാണ്. അതോടെ അവന്റെ മേല് ഇക്കാരിസിന്റെ ഒറിജിനൽ ഇറ്റേണൽ സ്യൂട്ട് വരാൻ തുടങ്ങി. കോസ്മിക് എനർജി കൊണ്ട് നിറഞ്ഞ ഇവർ വന്ന സമയത്തിട്ട് അതേ സ്യൂട്ട്. സെർസി അങ്ങോട്ട് വരുന്നു. ഇക്കാരിസ് എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇക്കാരിസ് പറയുന്നു, സെർസി നമ്മളെല്ലാവരും പ്രത്യേകിച്ച് നീ സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ നിങ്ങളത് സമ്മതിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. എമർജൻസിനെ പറ്റി അറിയേണ്ട ആവശ്യം പോലും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. അജാക്ക് നിന്നെ ഇറ്റേണൽസിന്റെ അടുത്ത ലീഡറായി തെരഞ്ഞെടുത്തത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു. എന്നെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എമർജൻസിനെ പറ്റി ഒരാൾ പോലും അറിയുമായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഇക്കാരിസ് നേരെ ചെന്ന് നമ്മളുടെ ഫാസ്റ്റോസ് അവിടെ കംപ്ലീറ്റ് ആക്കാറായി വെച്ചിരിക്കുന്ന യൂണിമൈൻഡ് ഡിവൈസ് ലേസർ വിട്ട് പൊട്ടിച്ചെതറിച്ച് കളയുവാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. ഇത്രയും നാൾ നമ്മൾക്ക് സപ്പോർട്ടായിരുന്ന ഇക്കാരിസ് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. കിങ് പോലും ഞെട്ടിപ്പോയി. ബോസ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾക്കെതിരെ പോരാടണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് ക്ഷമിച്ചു. നിങ്ങൾ സ്വയം ഇതിൽ നിന്ന് പിന്തിരിയുമെന്ന് കരുതി, പക്ഷെ അതുണ്ടായില്ല. ഈ സമയത്ത് സെർസി ഓടി വന്ന് നിലത്ത് വീണ ഫാസ്റ്റോസിനെ എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് അവൾ എല്ലാവരോടും ഇക്കാരിസിനെല്ലാം നേരത്തെ തന്നെ അറിയുമായിരുന്നെന്നും അവൻ നമ്മളോട് കള്ളം പറയുമായിരുന്നെന്നും പറയുന്നു. കിങ്ങോക്ക് അപ്പോഴത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ ഇക്കാരിസിനെ അത്രയ്ക്ക് ബഹുമാനമായിരുന്നു. അപ്പൊ ഇക്കാരിസ് തന്നെ സത്യം പറയുന്നു. സെർസി പറഞ്ഞത് ശരിയാ. നമ്മൾ ബാബിലോണിൽ നിന്ന് പോരുന്ന സമയത്ത് തന്നെ അജാക്ക് എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞിരുന്നു. എമർജൻസിനെ പറ്റിയും ഭൂമിയിൽ എല്ലാവരും നശിക്കുന്നതിനെ പറ്റിയും ഒക്കെ. എമർജൻസി നടക്കേണ്ടത് അത്യാവശ്യമാണ്. സെലസ്റ്റിയൽസ് ഈ പ്രപഞ്ചത്തിന് ഒഴിച്ചു നിർത്താനാവാത്ത ഒന്നാണ്. അപ്പൊ എമർജൻസി തടയാൻ നീ ഞങ്ങളെ സമ്മതിക്കില്ല അല്ലെ? ഒരിക്കലും ഇല്ല. ഞാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയത് ഡീവിയൻസ് വന്ന് നിങ്ങളെ കൊല്ലണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഡീവിയൻസിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ. എമർജൻസി തടയാൻ നിങ്ങളെ കൊണ്ടാവില്ല. അപ്പോഴാണ് സെർസിക്ക് ഒരു കാര്യം തോന്നുന്നത്. അജാക്ക് എല്ലാ സത്യങ്ങളും ആദ്യമായിട്ട് പറഞ്ഞത് ഇക്കാരിസിനോടാണ്. അപ്പൊ അജാക്ക് അടുത്ത ലീഡറായിട്ട് തെരഞ്ഞെടുക്കേണ്ടതും ഇക്കാരിസിനെ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും തന്നെ തെരഞ്ഞെടുത്തത്? ഈ കാര്യം അവൾ ഇക്കാരിസിനോട് ചോദിക്കുമ്പോ ഇക്കാരിസ് ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് ഭയം പടരുകയാണ്. ഡ്രൂഗ് ഉടനെ മനസ്സിലാക്കി ഇക്കാരിസ് തന്നെയാണ് അജാക്കിനെ കൊന്നതെന്ന്. ഇക്കാരിസിനെ സമ്മതിക്കാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇക്കാരിസ് ഇത് പറയുന്നത് കണ്ണു നിറഞ്ഞുകൊണ്ടാണ്. അവന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അജാക്കിനെ കൊന്നത്. ഇക്കാരിസ്, അജാക്കിന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളെക്കാളൊക്കെ ഏറെ നിന്നെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് നീ എന്തിനാ അവരെ കൊന്നത്? എനിക്കത് ചെയ്യേണ്ടി വന്നു. അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു എനിക്കറിയാം. എനിക്ക് അജാക്കിനെ ഇഷ്ടമായിരുന്നു. എനിക്ക് അവരോട് ബഹുമാനമായിരുന്നു. പക്ഷെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അരിഷ്യത്തിനെ ചതിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഈ സത്യമൊക്കെ അറിഞ്ഞ് അത് നിങ്ങളോട് ആരോടും പറയാതെ മനസ്സിൽ തന്നെ വെച്ച് ജീവിക്കാൻ എളുപ്പമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ ഈ സത്യങ്ങൾ മറച്ചു വെച്ച് നരകിച്ചാ ജീവിച്ചത്. എന്തിനു വേണ്ടി? അവസാനം അരിഷ്യത്തിന്റെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി. എന്നിട്ട് അവസാനം എത്തിയപ്പോ അജാക്ക് അരിഷ്യത്തിനെ ചതിച്ചു. പക്ഷെ ഞാനത് ചെയ്യില്ല. നീ വെറും ഒരു കൊലയാളിയായി മാറി കാരിസ്. നിന്നെ ഏറ്റവും വിശ്വസിച്ച അജാക്കിനെ നീ കൊന്നുകളഞ്ഞു. ഞാനൊരു ഇറ്റേണലാണ്. ഞാൻ നിലകൊള്ളുന്നത് അരിഷ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ നിങ്ങൾക്കാർക്കോ ഈ ഭൂമിക്കോ മനുഷ്യർക്കോ വേണ്ടിയല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം തിരിച്ചറിയുന്നതാണ് നല്ലത്. ഇല്ല കാരിസ്, തെറ്റ് കണ്ട തിരിച്ചറിയാൻ എനിക്ക് പറ്റും. നിരപരാധിയായ കുറെ പേരെ എന്തിന്റെ പേരിലായാലും കൊന്നുതള്ളുന്നത് എനിക്ക് സമ്മതമല്ല. ഞാൻ അരിഷ്യത്തിന് വേണ്ടിയല്ല നിലകൊള്ളുന്നത്. ഞാൻ മനുഷ്യർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. എങ്കിൽ നിനക്കും അജാക്കിന്റെ വിധിയായിരിക്കും ഫാസ്റ്റോസ്. ഈ സമയത്ത് മക്കാരി അങ്ങോട്ട് ഓടി വന്ന് അവൾ എമർജൻസി നടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചെന്ന് പറയാണ്. പെട്ടെന്ന് ഇക്കാരിസ് അവളെ ലേസർ വിട്ട് കൊല്ലാൻ നോക്കുന്നു. മക്കാരി ആ സ്ഥലം കറക്റ്റ്
കറക്റ്റ് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്താലാണല്ലോ ഇറ്റേണൽസിന് പെട്ടെന്ന് അങ്ങോട്ട് പോകാനും എമർജൻസി തടയാനും പറ്റൂ. അപ്പൊ മക്കാരി ഒന്നും പറയരുത്, അതിനാണ് ഇക്കാരിസ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് കിങ് ഇടയ്ക്ക് കയറി മക്കാരിയെ തള്ളി മാറ്റുന്നുണ്ട്. എന്നിട്ട് മക്കാരിയോട് പെട്ടെന്ന് ഇവിടെ ഓടിപ്പോക്കോളം പറയുന്നു. മക്കാരിക്ക് ഒരു നിമിഷം കൊണ്ട് ഇവിടെ പ്രശ്നമെന്ന് മനസ്സിലായി. അവൾ സൂപ്പർ സ്പീഡിൽ പുറത്തേക്ക് ഓടി. ഈ സമയത്ത് കിങ്ങോയും ഇക്കാരിസിനെതിരെ തിരിയുവാണ്. കൂട്ടത്തിൽ ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാണ് ഇക്കാരിസ് എന്ന് കിങ്ങോയ്ക്ക് മനസ്സിലായി. ഇറ്റേണൽസ് ഫാമിലിക്കെതിരെ തിരിഞ്ഞതിന് കിങ്ങോയും ഇക്കാരിസിനെ അറ്റാക്ക് ചെയ്യാൻ ഒരുക്കുവാണ്. ഞാൻ നിങ്ങളെ ബോസ് എന്ന് വിളിച്ചത് നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാ, പക്ഷെ ഇനി അതില്ല. നീ അജാക്കിനെ കൊന്നു, നീ ഞങ്ങളോട് നുണ പറഞ്ഞു, നീ ഞങ്ങളെ ചതിച്ചു, നീ കാരണം ഗിൽഗമേഷ് കൊല്ലപ്പെട്ടു. ഇപ്പൊ നീ മക്കാരിയെ കൊല്ലാൻ നോക്കി, നാളെ നീ എന്നെ കൊല്ലും. മതിയാക്ക് കിങ്കോ, നിനക്കെന്നെ തടയാൻ പറ്റില്ല. നിനക്കെന്നല്ല, നിങ്ങളിൽ ആർക്കും എന്നെ തടയാനോ ഒന്നും ചെയ്യാനോ പറ്റില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ തോറ്റുപോകും. വെറുതെ ശ്രമിക്കേണ്ട. അരിഷത്തിന്റെ പ്ലാനിനെതിരെ നിന്നാ ഒരാളെയും ഞാൻ കൊല്ലാതെ വെറുതെ വിടില്ല. ഇതൊക്കെ കണ്ട് സെർസി കരയാൻ തുടങ്ങി. അവളും ഇക്കാരിസിനെ വീണ്ടും വിശ്വസിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇത്രയും നാൾ കൂടെ നിന്ന് ഇക്കാരിസ് ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അറിഞ്ഞില്ല. സത്യം പറഞ്ഞ ഇക്കാരിസിന് ഭയങ്കര വിഷമമുണ്ട്. അവൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുവാണ്. അപ്പോഴാണ് നമ്മുടെ സ്പ്രൈറ്റ് പറയുന്നത് അവളും വരുന്നുണ്ട് ഇക്കാരിസിന്റെ കൂടെ നിന്ന്. അങ്ങനെ അവർ രണ്ടുപേരും പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തീന അങ്ങോട്ട് വരുവാണ്. തീന ഇക്കാരിസിനെ പോലെ തന്നെ അതിശക്തിയായിട്ടുള്ള ഒരു എറ്റേണലാണ്. ഒരുപക്ഷെ അവളെ പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇക്കാരിസ് അവളെ ലേസർ വിടാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്ക് ഇക്കാരിസ് അവളുടെ ഇല്യൂഷൻ വെച്ച് അവളെയും ഇക്കാരിസിനെയും ഒരു കൂട്ടം പൂമ്പാറ്റകളാക്കി അവിടുന്ന് പോവാണ്. സ്പ്രൈറ്റ് എന്തുകൊണ്ട് കൂടെ പോയെന്ന് അറിയാലോ. അവൾക്ക് ഇക്കാരിസിന് ഇഷ്ടമാണ്. എന്തുകൊണ്ട് സ്പ്രൈറ്റ് കൂടെ പോയെന്ന് ചോദിക്കുമ്പോൾ കിങ്ങോയാണ് ഈ സത്യം എല്ലാവരോടും പറയുന്നത്. ഇത് കേട്ടപ്പോൾ സെർസിക്ക് ആകെ തല കറങ്ങുന്ന പോലെ തോന്നി. അപ്പൊ ഇത്രയും കാലം സെർസിയും ഇക്കാരിസും പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുമ്പോഴൊക്കെ സ്പ്രൈറ്റ് അതുകൊണ്ട് വിഷമിക്കുമായിരുന്നു. സെർസിക്ക് പാവം തോന്നി. എന്തായാലും കിങ്ങോക്ക് എല്ലാം അവസാനിച്ചെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവൻ കരുണിന്റെ കൂടെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുവാണ്. അതിന്റെ കാരണം സിമ്പിൾ ആണ്. അവൻ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല അവൻ വിചാരിക്കുന്നത് ഇക്കാരിസ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നുമാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് സെലസ്റ്റിയൽസ് കൂടിയേ തീരൂ. അവൻ ഈ ഭൂമിയും ഇവിടുത്തെ മനുഷ്യരൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ടൈമുട്ട് എന്ന് പറയുന്ന സെലസ്റ്റിയലിന്റെ ജനനം തടഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കോടിക്കണക്കിന് ജീവനുകളെ തടയുന്നത് പോലെയാണ്. ഇങ്ങനെ കിങ്ങോ പറയുന്നത്. അവൻ ഇപ്പോഴും മനുഷ്യത്തിൽ വിശ്വാസമുണ്ട്. അതേസമയം അവൻ ഇറ്റേണൽസിനെ ഒരു ഫാമിലിയെ പോലെ കാണുന്നത്. അതുകൊണ്ട് ഇക്കാരിസിനെ പോലെ ഇവരോട് യുദ്ധം ചെയ്യാനൊന്നും കിങ്ങോയ്ക്ക് വയ്യ. ഈ സമയത്ത് മക്കാരി കിങ്ങോയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുവാണ്. പക്ഷെ ഇക്കാരിസിനെതിരെ പോരാടി ജയിക്കാൻ പറ്റില്ല എന്ന് കിങ്ങോയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം കൂട്ടത്തിലെ ഏറ്റവും ശക്തൻ ഇക്കാരിസ് തന്നെയാണ്. എന്തായാലും ഭൂമി പൊട്ടിത്തെറിച്ച് എല്ലാവരും മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ഓർമ്മകൾ നശിച്ചാലും മറ്റൊരു ഗ്രഹത്തിൽ വെച്ച് നമ്മൾക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് കിങ്ങോ അവിടുന്ന് പോകാനൊരുങ്ങുന്നു. ഈ സമയത്ത് കരുൺ പട്ടേലും നമ്മൾ തോൽക്കുമായിരിക്കാം, പക്ഷെ നിങ്ങൾ ഇറ്റേണൽസ് ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടി പോരാടാൻ ആഗ്രഹിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം, ഒരുപാട് നന്ദി അങ്ങനെ പറയുന്നു. അങ്ങനെ കിങ്ങോയും കരുണും പോയി. ഇപ്പൊ ഇറ്റേണൽസിന്റെ എണ്ണം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. കാര്യം ഡ്രൂഗ് ധൈര്യമുള്ളവനാണെങ്കിലും അവൻ മണ്ടനല്ല. അവനറിയാം ഇക്കാരിസിനെതിരെ പോരാടി അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഈ യുദ്ധത്തിനിടയ്ക്ക് ഇക്കാരിസ് തന്നെ കൊല്ലുകയാണെങ്കിൽ ഒരു പ്ലാൻ ബി കൂടി നമുക്ക് വേണമെന്ന് അവൻ പറയുന്നു. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഡ്രൂഗ് ഒരു കാര്യം ഓർക്കുന്നത്. ആമസോണിൽ വെച്ച് സെർസി ഒരു ഡീവിയന്റിനെ ഒരു മരമാക്കി മാറ്റി. എന്തുകൊണ്ട് അത് സെലസ്റ്റിയലിന്റെ മേൽ ട്രൈ ചെയ്തുകൂടാ? ഫാസ്റ്റോസ് അത് ആലോചിക്കുന്നു. മക്കാരിക്കും അത്ഭുതമായി. സെർസിക്ക് മുന്നങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ലല്ലോ. പക്ഷെ ഒരു ഡീവിയന്റിനെ മരമാക്കിയെങ്കിലും ഇത്രയും വലിയൊരു സെലസ്റ്റിയലിനെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സെർസിക്ക് വിശ്വാസമില്ല. ഇവരുടെ പ്ലാൻ സെലസ്റ്റിയലിനെ കൊല്ലാനല്ല, അതിനെ ഉറക്കി കിടത്താനാണ്. പക്ഷെ സെർസി ഇങ്ങനെ സെലസ്റ്റിയലിനെ വേറെ എന്തെങ്കിലും ആക്കി മാറ്റിയാ ഇനി ഒരു പക്ഷെ സെലസ്റ്റിയൽ ചത്തുപോയാലോ? അത് ഇവരുടെ മറ്റൊരു പേടി. എന്തായാലും ഇവരൊക്കെ സെർസിയോട് അത് ട്രൈ ചെയ്യാൻ പറയുമ്പോൾ സെർസിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുവാണ്. കാരണം അവൾക്കിപ്പോ ഓൾറെഡി കുറെ ടെൻഷനും വിഷമമായി കഴിഞ്ഞു. ഇക്കാരിസ് ചതിച്ചത്, ഇക്കാരിസ് അജാക്കിനെ കൊന്നത്, സ്പ്രൈറ്റ് അവന്റെ കൂടെ പോയത്, സ്പ്രൈറ്റ് അവൻ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം, ഇതൊക്കെ അതിന്റെ കൂടെ കിങ്ങും ഇറങ്ങിപ്പോയി. ഫാസ്റ്റോസ് ചെയ്തുകൊണ്ടിരുന്ന യൂണിമൈൻഡിനെ ഇക്കാരിസ് തകർത്ത് കളഞ്ഞു. ഈ ടെൻഷനിടയ്ക്ക് സെർസിക്ക് ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല. സെർസി ഒറ്റയ്ക്ക് പോയി മാറിയിരിക്കുവാണ് അരിഷ്യത്തിന്റെ പ്രതിമയുടെ മുന്നിൽ. ഈ സമയത്ത് തീന അങ്ങോട്ട് വരുന്നു. സെർസിക്ക് ഇപ്പൊ ഭയങ്കര ആശയക്കുഴപ്പമാണ്. തൊട്ടു മുന്നിൽ നടക്കുന്ന നുണകൾ പോലും അവൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. എന്തിനായിരിക്കും അജാക്ക് തന്നെ തെരഞ്ഞെടുത്തത്? അങ്ങനെ കൺഫ്യൂഷനിലിരിക്കുന്ന സെർസിയോട് തീന കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഗിൽഗമേഷിനോട് തീന എന്തിനാണ് തനിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതെന്നും എന്തിനാ തന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഗിൽഗമേഷ് പറയാറുള്ളത് ഇങ്ങനെയാണ്: നമ്മളൊരു കാര്യത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും, നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അത് ഈ ലോകത്തെ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യം മാത്രമാണ്. സെർസി ഇവിടെയുള്ള മനുഷ്യരെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെ രക്ഷിക്കാൻ സെർസിയേക്കാൾ മികച്ച ഒരാളില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അജാക്ക് സെർസിയെ തെരഞ്ഞെടുത്തതെന്നാണ് തീന പറയുന്നത്. അവൾ സെർസിയോട് എഴുന്നേക്കാൻ പറയുന്നു. ഇപ്പൊ ഫൈറ്റ് ചെയ്യേണ്ട സമയമാണ്, വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. ഫൈറ്റ് ചെയ്യണം. അതിനെതിരെ നിൽക്കുന്നത് ഇക്കാരിസ് ആണെങ്കിൽ പോലും. സെർസിക്ക് വീണ്ടും ഒരു കോൺഫിഡൻസ് വരുവാണ്. ഈ സമയത്താണ് ഫാസ്റ്റോസ് അങ്ങോട്ട് വരുന്നത്. അങ്ങേര് കുറെ ആലോചിച്ചപ്പോ ഒരു ഐഡിയ കിട്ടി. സെർസിയുടെ ഉള്ളിലുള്ള ഗോൾഡൻ ബോൾ അത് വെച്ചാണ് അരിഷവും സെർസിയും കണക്ട് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഗോൾഡൻ ബോൾ വെച്ച് ഈ ഇറ്റേണൽസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇറ്റേണൽസിനെയും കണക്ട് ചെയ്ത് നേരത്തെ ചെയ്യാൻ ശ്രമിച്ച പോലെയുള്ള ഒരു യൂണിമൈൻഡ് ഡിവൈസ് ഉണ്ടാക്കാം. ഇതാണ് ഫാസ്റ്റോസിന്റെ പ്ലാൻ. അതിനാദ്യം ഗോൾഡൻ ബോൾ സെർസിയുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണം. കുറച്ച് പേടിയോടെയാണെങ്കിലും സെർസി അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഫാസ്റ്റോസ് എന്തൊക്കെയോ ചെയ്ത് കൈ നീട്ടിയ ഉടനെ ഗോൾഡൻ ബോൾ പുറത്തേക്ക് വന്നു. ഫാസ്റ്റോസിന് ഇതിന്റെ ടെക്നോളജി അറിയുമായിരിക്കും. എന്നിട്ട് അങ്ങനെ പെട്ടെന്ന് പോയി ഈ
ഗോൾഡൻ ബോളിനെ കുറെ കഷ്ണങ്ങളാക്കി ചെതറിച്ച് അതിലാവശ്യമുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു യൂണി മൈൻഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതായത് എല്ലാവർക്കും കയ്യിലിടാനുള്ള ബ്രേസ്ലെറ്റ്. ഇത് വെച്ചാണ് എല്ലാ ഇറ്റേണൽസും പരസ്പരം കണക്ട് ആവാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും എമർജൻസി തടയാനുള്ള യുദ്ധത്തിന് ഒരുക്കമായി. ഇറ്റേണൽസ് ഒക്കെ ഡോമോഷിപ്പിൽ അവരവരുടെ സ്ഥാനത്ത് പോയി സ്വന്തം സ്യൂട്ട് അണിയുവാണ്. ഇപ്പൊ എമർജൻസി നടക്കാൻ പോകുന്ന ആ അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് ഇക്കാരിസും സ്പ്രൈറ്റും ഇങ്ങനെ ഇരിക്കുവാണ്. അവരെ തടയാൻ വരുന്നവരെ നേരിടാനായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും സ്പ്രൈറ്റ് കൂടെ വന്നതിൽ ഇക്കാരിസിന് സന്തോഷമുണ്ട്. അവൻ സ്പ്രൈറ്റിനോട് താങ്ക് യു പറയുന്നു. പക്ഷെ ഇപ്പോഴും സ്പ്രൈറ്റിനെ അവൻ ഇഷ്ടമാണെന്ന് അവൻ അറിയില്ല. സ്പ്രൈറ്റ് അത് പറയുന്നില്ല. അപ്പോഴാണ് അകലെ നിന്ന് ഡോമോ ഷിപ്പ് വരുന്നത്. ഇക്കാരിസിന് മനസ്സിലായി എമർജൻസി തടയാൻ തന്നെയാണ് ഇറ്റേണൽസിന്റെ തീരുമാനമെന്ന്. സ്പ്രൈറ്റ് നീ അവരെ കൊല്ലുമെന്ന് ചോദിക്കുമ്പോൾ എമർജൻസി തടയാൻ നോക്കിയാ വേണ്ടി വന്ന കൊല്ലേണ്ടി വരുമെന്ന് ഇക്കാരിസ് പറയുന്നുണ്ട്. അവൻ നേരെ ഡോമോ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. അവിടെ തീനയെ അവൻ കണ്ടു. അവനെ കണ്ട ഉടനെ തീന ആക്രമിക്കാൻ തുടങ്ങി. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ടെന്ന് ഇക്കാരിസ് പറയുന്നുണ്ടെങ്കിലും നിന്നോട് ഫൈറ്റ് ചെയ്യണമെന്ന് എന്റെ പണ്ടേ ഉള്ള ആഗ്രഹമാണെന്നാണ് തീന പറയുന്നത്. അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ തീന ഇക്കാരിസിനെ പോലെ അതിശക്തയാണ്. അവളുടെ ഒരു ചവിട്ടിനൊക്കെ ഇക്കാരിസ് തെറിച്ചു പോകുന്നുണ്ട്. ഇക്കാരിസിന്റെ ലേസറിനെ തീന തന്റെ കയ്യിലുള്ള ആയുധം വെച്ച് തടയുന്നുണ്ട്. ആക്ച്വലി ഇതൊരു പ്ലാൻ ആയിരുന്നു. തീനയും ഇക്കാരിസും കൂടി ഡോമോഷിപ്പിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ബാക്കിയുള്ള ഇറ്റേണൽസ് എമർജൻസി തടയാൻ വേണ്ടി ആ വോൾക്കാനോയുടെ അടുത്തേക്ക് വരുവാണ്. എന്തായാലും ഡ്രൂക്ക് തന്റെ പ്ലാൻ അനുസരിച്ച് ആ സെലസ്റ്റിയലിനെ ഉറക്കാൻ തന്നെ തീരുമാനിച്ചു. അവരെല്ലാവരും ഫാസ്റ്റോസ് ഉണ്ടാക്കിയ യൂണിമൈൻഡ് ബ്രേസ്ലെറ്റ് കയ്യിലിട്ടു. അതോടെ ഇത് കയ്യിലിട്ട എല്ലാ ഇറ്റേണൽസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ്. അവർക്കിപ്പോ പരസ്പരം എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും അവരുടെ എനർജി ഡ്രൂക്കിന്റെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാം, വലിയ ലെവലിൽ അവന്റെ ശക്തി ഉപയോഗിക്കാം. ഈ സമയത്ത് ഇക്കാരിസിന് ദേഷ്യം വന്നിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തീനയെ അവൻ ചുമരിനോട് ചേർത്ത് നിർത്തുന്നു. അപ്പോഴാണ് തീന ചിരിക്കുന്നത്. ഇത് ഇവരുടെ പ്ലാൻ ആയിരുന്നു എന്ന് ഇക്കാരിസിന് അപ്പോഴാണ് മനസ്സിലായത്. കാരണം തീനയുടെ ശരീരത്തിൽ നിന്നും എനർജി ഡ്രൂക്കിന്റെ മേലേക്ക് പോകാൻ തുടങ്ങി. അവളും യൂണി മൈൻഡിൽ കണക്ട് ആയിരിക്കുന്നു. അപകടം മനസ്സിലാക്കി ഇക്കാരിസ് നേരെ പുറത്തേക്ക് പറക്കുവാണ്. എന്താ നടക്കുന്നത് അവന് മനസ്സിലായി. എല്ലാവരുടെ എനർജി ഡ്രൂക്കിന് കിട്ടിക്കൊണ്ടിരിക്കുക. ഡ്രൂക്ക് ആണെങ്കിലോ അവന്റെ മൈൻഡ് കൺട്രോളിംഗ് പവർ ഉപയോഗിച്ച്, അതും ഇപ്പൊ വലിയ ലെവലിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന പവർ ഉപയോഗിച്ച് സെലസ്റ്റിയലിനെ ഉറക്കിക്കൊണ്ടിരിക്കുക. ഭൂമിയുടെ അടിയിലുള്ള സെലസ്റ്റിയലിനെയാണ് അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഇവരുടെ പ്ലാൻ വർക്ക് ആവുന്നുണ്ട്. കാരണം ഇക്കാരിസ് നോക്കിയപ്പോ അവിടെ പുകഞ്ഞുകൊണ്ടിരുന്ന അഗ്നിപർവ്വതം ആറി തണുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് പുക വരുന്നില്ല. അപ്പൊ സെലസ്റ്റിയലിനെ ഡ്രൂക്കിനെ ഉറക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത് മനസ്സിലായി ഇക്കാരിസ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നേരെ പോയി ഡ്രൂക്കിനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് മുകളിൽ നിന്ന് നേരെ താഴേക്ക് എറിഞ്ഞ് ലേസറും വിടുന്നു. ഇത് കണ്ട മക്കാരിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഡ്രൂ. അവൾ ദേഷ്യം കൊണ്ട് അലറാൻ തുടങ്ങി. ഡ്രൂവിനെ താഴേക്ക് ഇടിച്ചിട്ട് കഴിഞ്ഞ് ഇക്കാരിസ് നേരെ ഡോമോഷിപ്പിലേക്ക് പോവാണ്. എന്നിട്ട് ഡോമോഷിപ്പിന്റെ രണ്ട് സൈഡിൽ കൂടെയും ലേസർ വിട്ട് ഷിപ്പിനെ നശിപ്പിക്കുന്നു. ആ ഷിപ്പ് നേരെ ചെന്ന് താഴേക്ക് പതിക്കുന്നു. അത് സെർസിയുടെ മേലേക്കാണ് വീഴാൻ പോയെ. പക്ഷെ മക്കാരി വന്ന് അവളെ രക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഡ്രൂ അവിടെ വീണ് കിടക്കുന്നത് മക്കാരിക്ക് കാണാം. അവൾ ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് ഓടിപ്പോയി ബാക്കി ഇറ്റേണൽസിനെയും അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇക്കാരിസ് അങ്ങോട്ട് വന്ന്, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഡ്രൂ ഇല്ല, നിങ്ങളുടെ പ്ലാൻ ഇനി നടക്കില്ല, എല്ലാം അവസാനിച്ചു, എമർജൻസി സംഭവിച്ചിരിക്കും, അങ്ങനെ പറയുവാണ്. ഇത് കേട്ട് ദേഷ്യം വരുന്ന മക്കാരി സൂപ്പർ സ്പീഡിൽ ഓടിപ്പോയി ഇക്കാരിസിനെ ഇടിക്കാൻ തുടങ്ങി. മക്കാരി ഇങ്ങനെ ആക്രമിക്കുമെന്ന് ഇക്കാരിസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സൂപ്പർ സ്പീഡിലാണ് ഇടിക്കുന്നത്. അതുകൊണ്ട് ഇക്കാരിസിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ ലേസറിന് പോലും മക്കാരി തൊടാൻ പറ്റുന്നില്ല. അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി സ്പീഡി വന്ന് ഇക്കാരിസിനെ ഇടിക്കുന്നുണ്ട്. ഈ സിനിമയിലെ VFX ഒക്കെ അടിപൊളി തന്നെയാണ്. നമ്മളുടെ മക്കാരി ഓടുന്ന സീനൊക്കെ പ്രത്യേകിച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഡ്രൂവിന്റെ മൈൻഡ് കൺട്രോൾ പോയതോടെ അഗ്നിപർവ്വതം വീണ്ടും പുകയാൻ തുടങ്ങി. അതായത് അടിയിലുള്ള സെലസ്റ്റിയൽ ഉറങ്ങിയിട്ടില്ല. അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഭൂമിയെ പൊട്ടിച്ചതർപ്പിക്കാൻ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അഗ്നിപർവ്വതം പൊട്ടിച്ചിതറി അതിന്റെ കഷ്ണങ്ങൾ 4 ഭാഗത്തേക്കും തെറിച്ചു. ഇത് ഇറ്റേണൽസിന്റെ മേലേക്കും വരുന്നുണ്ട്. തീനയും ഫാസ്റ്റോസും അവരുടെ ആയുധങ്ങൾ വെച്ച് തന്നെ തടഞ്ഞു. നമ്മുടെ സെർസി ആണെങ്കിലോ പണ്ട് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മേലേക്ക് താനോസ് ബ്ലാക്ക് ഹോൾ വിട്ട് പങ്കേരി ചെയ്തതുപോലെ അവൾ ഒരു വലിയ പാറയെ കൈകൊണ്ട് തൊട്ട് ഒരു കൂട്ടം കിളികളാക്കി മാറ്റുവാണ്. ഈ സമയത്ത് മക്കാരി ഇക്കാരിസിനെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ദേഷ്യം വരുന്ന ഇക്കാരിസ് മക്കാരി എടുത്ത് എറിയുന്നുണ്ട്. അപ്പോഴാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന്റെ വലിയൊരു കഷ്ണം അവന്റെ മേലെ വന്നിരിക്കുന്നത്. അവൻ ശക്തനായതുകൊണ്ടൊന്നും പറ്റിയില്ല. മക്കാരി അവൻ ലേസർ വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ലേസർ ഒന്നും അവളുടെ മേലെ ഏക്കുന്നില്ല. അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വന്ന് ഇക്കാരിസിനെ ഇട്ടിടിച്ചു. അവൾ 4 സൈഡിൽ നിന്നും ഒരേ സമയത്ത് വന്ന് സൂപ്പർ സ്പീഡിൽ ഇടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാരിസിനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് സെർസിക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് തോന്നി. അവൾ മരിച്ചാലും കുഴപ്പമില്ല, എമർജൻസിനെ തടയാൻ ശ്രമിച്ചേ പറ്റൂ. അതുകൊണ്ട് അവരെല്ലാവരും സെർസിയോട് പറഞ്ഞതുപോലെ അവൾ ആ സെലസ്റ്റിയലിനെ ഒരു കല്ലാക്കി മാറ്റാൻ തീരുമാനിച്ചു. സെലസ്റ്റിയലിനെ ഉറക്കാൻ പറ്റില്ലെങ്കിൽ സെലസ്റ്റിയലിനെ കൊന്നേ പറ്റൂ. ഇത് ചെയ്യാൻ പറ്റുമെന്ന് സെർസിക്ക് ഉറപ്പില്ല. പക്ഷെ അവൾ ട്രൈ ചെയ്യാൻ ഒരുക്കുവാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അവൾക്കിപ്പോ വോൾക്കാനോയുടെ അടുത്തേക്ക് പോകണം. എന്നിട്ട് സെലസ്റ്റിയൽ പൊങ്ങി വരുന്ന സമയത്ത് അതിന്റെ ബോഡിയിൽ ടച്ച് ചെയ്ത് വേണം ഈ കാര്യം ചെയ്യാൻ. പക്ഷെ ഈ സമയത്ത് ഇക്കാരിസ് അങ്ങോട്ട് വന്ന് അവളെ തടയാൻ നോക്കിയാൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്കാരിസിന്റെ കാര്യം നിങ്ങൾ നോക്കാൻ പറഞ്ഞ് സെർസി അങ്ങോട്ട് പോവാണ്. ഫാസ്റ്റോസും തീനയോ അത് സമ്മതിച്ചു. മക്കാരിയുടെ കയ്യിൽ നിന്ന് കുറെ നേരം അടി കിട്ടി കഴിഞ്ഞപ്പോ ഇക്കാരിസിന് ദേഷ്യം വന്നു. അവൻ പെട്ടെന്ന് മക്കാരിയുടെ കഴുത്തിന് പിടിക്കുവാണ്. എന്നിട്ട് മതിയാക്കടി എന്ന് പറഞ്ഞ് അവളെ ദൂരേക്ക് എറിഞ്ഞു. അപ്പോഴാണ് ഫാസ്റ്റോസും തീനയും അങ്ങോട്ട് വരുന്നത്. മക്കാരിയും കൂടെ കൂടി. അങ്ങനെ 3 പേരും കൂടി ഇക്കാരിസിനെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 3 പേര് ശ്രമിച്ചിട്ടും ഇക്കാരിസിനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇക്കാരിസിന്റെ ആക്രമണങ്ങളെ അവർ നന്നായിട്ട് തടയുന്നുണ്ട്. ഈ സമയത്താണ് മുട്ടനാടുകൾ ഇടികൂടുമ്പോ ചോര കുടിക്കാൻ വേണ്ടി ചെന്നായി വരുന്നത് പോലെ ഇതിന്റെ ഇടയ്ക്ക് ക്രോ എന്ന് പറയുന്ന ഡീവിയന്റ് കയറി വരുന്നത്. ഇവർ അടികൂടുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് കൊന്ന് അവരുടെ ശക്തി വലിച്ചെടുക്കാൻ ഈസിയാണല്ലോ. അങ്ങനെ ക്രോ വിചാരിക്കുന്നത്. എന്തായാലും ഇക്കാരിസിന്റെ ലേസർ
മോൺസ്റ്ററിന്റെ മുന്നിൽ ബാക്കിയുള്ള ഇറ്റേണൽസിനെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇക്കാരിസ് ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്കാണ് ക്രോ ചാടി വന്ന് ഇക്കാരിസിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഫാസ്റ്റോസ് ക്രോയെ അറ്റാക്ക് ചെയ്യുന്നു. തീന ചോദിക്കുന്നു, നമുക്ക് ഇക്കാരിസിനെ തടയല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇക്കാരിസിനെ കൊല്ലാൻ നോക്കുന്ന ക്രോയെ നമ്മളെന്തിനാ ആക്രമിക്കുന്നതെന്ന് ഫാസ്റ്റോസ് അതിലെ പ്രശ്നം പറയുന്നു. ഇപ്പൊ ക്രോ ഇക്കാരിസിനെ കൊന്ന് അവന്റെ ശക്തി വലിച്ചെടുക്കുകയാണെങ്കിൽ ക്രോ ഒരുപാട് ശക്തനായി മാറും. അവനെ തടയാന്ന് പറഞ്ഞ് ഈസി ആയിരിക്കില്ല. പക്ഷെ ക്രോ അവരോട് ഞാൻ ഓൾറെഡി ഒരുപാട് ശക്തനായി മാറിക്കഴിഞ്ഞു എന്ന് പറയുവാണ്. ക്രോ ഗിൽഗമേഷിന്റെ പോലെ അതിന്റെ കയ്യിലേക്ക് പവർ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് തീനക്ക് ദേഷ്യം വന്നു. ഒരുപക്ഷെ തീനെ ദേഷ്യം പിടിപ്പിച്ച് തന്റെ പിന്നാലെ വരുത്തിപ്പിക്കാൻ തന്നെയാണ് ക്രോ അങ്ങനെ ചെയ്യുന്നത്. മക്കാരി പെട്ടെന്ന് ഓടിപ്പോയി ഈ ഡീവിയന്റിന്റെ ചുറ്റും കിടന്ന് ഓടുവാണ്. അങ്ങനെ അവിടെ ഒരു ചുഴലിക്കാറ്റ് പോലെ ഉണ്ടായി. ഡീവിയന്റിനെ ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ക്രോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിലത്താഞ്ഞ് ചവിട്ടുവാണ്. അതോടെ മക്കാരിയുടെ കാൽപാദം തെറ്റി അവൾ നിലത്തേക്ക് വീണു. ഇപ്പൊ ക്രോ ഓടി വന്ന് അവളുടെ ശക്തി വലിച്ചെടുക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ ഫാസ്റ്റോസ് പെട്ടെന്ന് അവന്റെ ആയുധങ്ങൾ വെച്ച് ക്രോയെ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് അടിച്ചു തെറിപ്പിച്ചു. ഇപ്പൊ തീന ക്രോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ പിന്നാലെ പോവാണ്. അവളുടെ ഉള്ളിൽ ക്രോ ഗിൽഗമേഷിനെ കൊന്നതിന്റെ നല്ല ദേഷ്യമുണ്ട്. ഇക്കാര്യം സമയം കളയാതെ സെർസിയെ തടയാൻ വേണ്ടി പറക്കാൻ തുടങ്ങി. പക്ഷെ നീ അത്ര പെട്ടെന്ന് പോയില്ല മോനെ എന്ന് പറഞ്ഞ് ഫാസ്റ്റോസ് അയാളുടെ ബുദ്ധിയിൽ ഉപയോഗിച്ച ആയുധം വെച്ച് ഇക്കാരിസിനെ താഴെ വലിച്ച് കെട്ടിവെക്കുന്നു. ഇക്കാരിസിനെ തടയാൻ ഇങ്ങനൊരു ആയുധം കയ്യിലുള്ള കാര്യം ഫാസ്റ്റോസ് ഒരിക്കലും പുറത്ത് പറഞ്ഞിരുന്നില്ല. ഇതാണ് ടെക്നോളജിയുടെ പവർ. ഇക്കാരിസ് ഫാസ്റ്റോസിനോട് നിങ്ങൾ വലിയൊരു തെറ്റാ ചെയ്യുന്നതെന്നും തന്നെ പോവാൻ വിടണമെന്നും പറയുവാണ്. പക്ഷെ ഫാസ്റ്റോസ് ഇനി അത് സമ്മതിക്കില്ല. ഫാസ്റ്റോസിന്റെ ഈ യന്ത്രം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്കാരിസിന്റെ പവറുകളെ ഒരുപാട് കുറച്ച് അവനെ മണ്ണിനോട് അടുപ്പിച്ച് കെട്ടിവെക്കുവാണ്. ഇക്കാരിസ് ലേസർ വിടാൻ നോക്കുമ്പോൾ അവന് അതും പറ്റുന്നില്ല. ഈ സമയത്ത് ഗുഹയുള്ളിലേക്ക് കയറിപ്പോയ തീനയെ പല കാര്യങ്ങളും പറഞ്ഞ് ക്രോ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ഭ്രാന്തിയാണ്, മാനസിക നില തെറ്റിയവളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്നിട്ട് ക്രോ പെട്ടെന്ന് അവളെ ആക്രമിക്കുന്നു. പക്ഷെ അപ്പോഴും തീന നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സെർസി സെലസ്റ്റിയലിനെ തടയാൻ വേണ്ടി അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴാണ് അവളുടെ മുന്നിൽ അജാക് പ്രത്യക്ഷപ്പെടുന്നത്. അജാക്കിനെ കണ്ട് സെർസി ഭയങ്കര ഇമോഷണലായി. പക്ഷെ അജാക് പറയുന്നത്, സെർസി സെലസ്റ്റിയലിനെ തടയാനുള്ള അത്ര ശക്തി നിനക്കില്ല, നിന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ തന്നെ നിർത്തണം. നീ ഒരു കൊലയാളിയല്ല സെർസി, നീ എന്തിനാ സെലസ്റ്റിയലിനെ കൊല്ലുന്നത്? ഇങ്ങനെയാണ്. പക്ഷെ സെർസിക്ക് മനസ്സിലായി അജാക് മരിച്ചുപോയെന്നും ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്ന അജാക്കിന്റെ രൂപം സ്പ്രൈറ്റ് ഉണ്ടാക്കിയ വെറും ഇല്യൂഷൻ മാത്രമാണെന്നും ഈ ഭൂമിയിലുള്ള എല്ലാവരെയും കൊല്ലാൻ സ്പ്രൈറ്റ് എന്തുകൊണ്ടാണ് കൂട്ടുനിൽക്കുന്നതെന്ന് സെർസി ചോദിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെർസിക്ക് പിന്നിൽ നിന്ന് കുത്തേൽക്കുവാണ്. അവളെ കത്തിക്കൊണ്ട് കുത്തിയത് മറ്റാരുമല്ല, അവിടെ ഇൻവിസിബിൾ ആയിട്ട് വന്ന അജാക്കിന്റെ ഇല്യൂഷൻ കാണിച്ച് സെർസിയുടെ ശ്രദ്ധ തെറ്റിച്ച സ്പ്രൈറ്റ് തന്നെയാണ്. ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടും കാലാകാലങ്ങളോളം കൂട്ടുകാരികളായി ഒരുമിച്ച് താമസിച്ചവരാണ്. സ്പ്രൈറ്റിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഈ കത്തി ഉണ്ടാക്കി അവൾക്ക് കൊടുത്തത് സെർസി തന്നെയാണ്. എന്നിട്ട് അതേ കത്തി വെച്ചാണ് സ്പ്രൈറ്റ് ഇപ്പൊ സെർസിയെ കുത്തിയിരിക്കുന്നത്. കുത്തേറ്റ് സെർസി നിലത്ത് വീഴുന്നു. സ്പ്രൈറ്റ് പറയാൻ തുടങ്ങി, ഐ എം സോറി സെർസി, ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എനിക്ക് നിന്നോട് എന്നും അസൂയായിരുന്നു. കാരണം നിനക്ക് മറ്റുള്ള മനുഷ്യരെ പോലെ സ്നേഹിക്കാനും വിവാഹം കഴിക്കാനും ജീവിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരിക്കലും പറ്റുകയുമില്ല. എനിക്ക് മനുഷ്യരുടെ ഇടയ്ക്ക് ജീവിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഓരോ വട്ടം അവരെ കാണുമ്പോഴും അവർ ചെയ്യുന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് ഒരിക്കലും ഒരു പ്രണയം ഉണ്ടാവില്ല, ഒരു കുടുംബം ഉണ്ടാവില്ല, എനിക്ക് സ്വന്തമായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ ഒരിക്കലും മനസ്സിൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്നത് ഈ മനുഷ്യരാണ്. അവരെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുകയാണ് ഓരോ നിമിഷവും. എനിക്ക് നിങ്ങളെ പോലെ വളരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പ്രണയിക്കണമെന്നും പ്രണയിച്ച ആളുടെ കൂടെ ജീവിക്കണമെന്നുണ്ട്. ഒരു കുടുംബം വേണമെന്നുണ്ട്. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല സെർസി. അതുകൊണ്ട് ഇതൊക്കെ ഇതോടെ അവസാനിക്കട്ടെ. എന്നിട്ട് അരിഷൻ നമ്മളെ കൊണ്ടുപോയി ഓർമ്മകളൊക്കെ ഇല്ലാതാക്കട്ടെ. അങ്ങനെ എന്റെ വിഷമങ്ങൾ അവസാനിക്കും. അങ്ങനെ പറഞ്ഞ സ്പ്രൈറ്റ് അവളുടെ ഇല്യൂഷൻ വെച്ച് അവിടെ ഒരുപാട് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുവാണ്. അപ്പൊ സെർസിക്ക് മനസ്സിലാവില്ല എവിടെ പോയി നിന്നാണ് സെലസ്റ്റിയലിനെ തടയേണ്ടതെന്ന്. സ്പ്രൈറ്റിന്റെ പ്ലാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ പെട്ടെന്നാണ് അവളുടെ തലക്കിട്ടൊരു അടി കിട്ടി സ്പ്രൈറ്റ് നിലത്ത് ബോധം കെട്ട് വീഴുന്നത്. അത് നമ്മുടെ ഡ്രൂവായിരുന്നു. ഡ്രൂ ആള് പൊളിയാ. ഇത്രയും നേരം പ്രസംഗിച്ചുകൊണ്ട് നിന്ന സ്പ്രൈറ്റിനിട്ട് വരണം കൊടുക്കണമെന്ന് നമ്മൾക്കും തോന്നും. അത് ഡ്രൂ കറക്റ്റ് സമയത്ത് കൊടുത്തു. പിന്നെ സത്യം പറഞ്ഞ സ്പ്രൈറ്റിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്. അവൾ പറയുന്നതിലും കാര്യമുണ്ട്. ഡ്രൂ സെർസിയെ എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് തന്നെ കൊണ്ട് ഇനി സെലസ്റ്റിയലിനെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നും ഇനിയെല്ലാം സെർസിയുടെ കയ്യിലുമാണെന്ന് പറയുന്നു. സെർസി അവളുടെ വയറ്റിലിരിക്കുന്ന കത്തിയെ വെള്ളമാക്കി മാറ്റി. എന്നിട്ട് നേരെ സെലസ്റ്റിയലിനെ തടയാൻ വേണ്ടി വോൾക്കാനോയുടെ അടുത്തേക്ക് ഓടുവാണ്. ഈ സമയത്ത് ക്രോയും തീനയും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തീനയുടെ ഫൈറ്റിംഗ് സ്കില്ലുകൾ ക്രോയെ ഇടയ്ക്ക് തോൽപ്പിക്കുന്നുണ്ടെങ്കിലും തീന എപ്പോഴും തടഞ്ഞുകൊണ്ടിരുന്നത് ഗിൽഗമേഷാണ്. ആ ഗിൽഗമേഷിന്റെ പവറും അവന്റെ ഓർമ്മകളും ഒക്കെ ഈ ക്രോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗിൽഗമേഷിന്റെ ശക്തി വെച്ച് അവൻ തീനയെ അടിച്ചിരുന്നു. എന്നിട്ട് ഗിൽഗമേഷിന്റെ ശബ്ദത്തിൽ തീനയോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട തീന, ഇത് ഞാനാണ്, നിന്റെ സ്വന്തം ഗിൽഗമേഷ്. എന്നെ നോക്ക്. എന്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? പക്ഷെ ഈ സമയത്ത് തീനയ്ക്ക് കറക്റ്റ് ആയിട്ട് മാഡ് വയറി വരുവാണ്. അവൾ ഇമോഷണൽ ആയപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ തീനയ്ക്ക് ശരിക്കും തോന്നാൻ തുടങ്ങി അവളുടെ മുന്നിൽ നിൽക്കുന്നത് ഗിൽഗമേഷ് തന്നെയാണ്. അതുകൊണ്ട് അവൾ ആയുധങ്ങൾ ഉപേക്ഷിച്ചു. ഗിൽഗമേഷ് പറയാറുള്ള പോലെ തന്നെ ക്രോ തീനയോട് അവന്റെ കൈ പിടിക്കാൻ പറയുവാണ്. തീന ഒന്നും അറിയാതെ അതുപോലെ തന്നെ ചെയ്തു. ക്രോ അവളെ മുകളിലേക്ക് പൊക്കി. എന്നിട്ട് അവന്റെ ശരീരത്തിലെ വയറുകൾ കൊണ്ട് തീനയെ വരിഞ്ഞു മുറുക്കി. അവളുടെ കൈകൾ പിന്നിൽ കെട്ടിവെച്ചു. എന്നിട്ട് ഗിൽഗമേഷ് പറയാറുള്ള പോലെ തന്നെ ഓർമ്മകൾ ഒരിക്കലും കൈവിടരുതെന്ന് ക്രോയും തീനയോട് പറയുന്നു. അതിനുശേഷം തീനയെ കൊന്ന അവളുടെ പവറുകൾ വലിച്ചെടുക്കാൻ വേണ്ടി ക്രോ അവളെ വയറുകൾ കൊണ്ട് കുത്തുവാണ്. പക്ഷെ പെട്ടെന്ന് തീനയ്ക്ക് ബോധം വന്നു. മുന്നിൽ നിൽക്കുന്നത് ഗിൽഗമേഷ് അല്ലെന്നും ഡീവിയന്റ് ആണെന്നും അവൾക്ക് മനസ്സിലായി. ക്രോ
അവളുടെ ശക്തി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീന അവൻ വിചാരിച്ച ആളൊന്നുമല്ല. തീന ഒരു നിമിഷം കൊണ്ട് അവളുടെ പിന്നിൽ കെട്ടിവെച്ചിരിക്കുന്ന കയ്യിൽ 2 മൂർച്ചയുള്ള കത്തികൾ ഉണ്ടാക്കി. എന്നിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ക്രോയുടെ വള്ളികളെല്ലാം പൊട്ടിച്ചു മാറ്റി 2 വെട്ട് അത്രേ അവൾ ചെയ്തുള്ളൂ. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? ക്രോ 4-5 പീസായി നിലത്തേക്ക് വീണു. അതാണ് തീന. അങ്ങനെ ക്രോയുടെ കളി അവസാനിച്ചു. അവൻ തെരഞ്ഞെടുത്ത ആള് തെറ്റിപ്പോയി. പക്ഷെ ഈ ഒരു സംഭവത്തോടെ തീനയ്ക്ക് എന്തോ സംഭവിച്ചു. അവൾക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഓർമ്മ വരാൻ തുടങ്ങി. മിക്കവാറും അവളുടെ മാഡ് വയർ ശരിയാവുകയും പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയും ചെയ്തു കാണും. അല്ലെങ്കിൽ ഗിൽഗമേഷിനെ കൊന്ന ആളെ കൊന്നു കഴിഞ്ഞപ്പോ അവളുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കാണും. അപ്പൊ അവളുടെ മാഡ് വയർ ശരിയായി കാണും. എന്തായാലും ഇപ്പൊ സമയം അടുത്തു കഴിഞ്ഞു. എമർജൻസി നടക്കാൻ പോവാണ്. ഭൂമിയുടെ അടിത്തട്ടി നിന്ന് ഭൂമിയെ പിളർത്തുകൊണ്ട് ടൈമട്ട് എന്ന് പറയുന്ന പുതിയ സെലസ്റ്റിയൽ ജനിച്ചു വരാൻ പോവാണ്. അവിടെയുള്ള കടലാകി ഇളകി മറിയാൻ തുടങ്ങി. അവിടെയൊക്കെ ഭൂമി കുലുങ്ങാനും തുടങ്ങി. കടലിന്റെ അടിത്തട്ട് ചൂടായി തിളച്ചു മറിഞ്ഞു. വലിയൊരു ശബ്ദത്തോടെ സ്വർണ്ണ നിറത്തിലുള്ള സെലസ്റ്റിയൽ ടൈമുട്ടിന്റെ കൈ കടലിന്റെ അടിയിൽ നിന്നും പൊങ്ങി വരുവാണ്. അത് എമർജൻസി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സെലസ്റ്റിയലിന്റെ തലയും കൈയിലെ വിരലുകളുമാണ് പൊങ്ങി വരുന്നത്. ഇത് സെർസി കാണുന്നു. ഇത് ദൂരെ നിന്ന് ഫാസ്റ്റോസിന്റെ കെണി വീണ് കിടക്കുന്ന ഇക്കാരിസും കാണുന്നുണ്ട്. അവൻ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഫാസ്റ്റോസ് അവനെ കൂടുതൽ ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കുന്നുണ്ട്. ഇപ്പൊ സെർസിയിലാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഭൂമി പൊട്ടിത്തകരും. എല്ലാ മനുഷ്യരും മരിക്കും. പുതിയൊരു സെലസ്റ്റിയൽ ഉണ്ടാവും. അങ്ങനെ സെലസ്റ്റിയലിന്റെ 5 വിരലുകൾ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സെർസി നിൽക്കുന്നതിന്റെ അടിഭാഗത്തും സെലസ്റ്റിയലിന്റെ ശരീരം തെളിഞ്ഞ് കാണാൻ പറ്റി. എന്ത് ചെയ്യണമെന്ന് സെർസിക്ക് മനസ്സിലായി. സ്വർണ്ണ നിറത്തിലുള്ള ശരീരത്തിൽ സെർസി അവളുടെ കൈകൾ വെക്കുവാണ്. എന്നിട്ട് അവൾ ആ സെലസ്റ്റിയലിനെ ഒരു കല്ലാക്കി മാറ്റാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് വളരെ പതുക്കെ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്തായാലും ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ഇക്കാരിസിന് അങ്ങോട്ട് പോയി സെർസിയെ തടഞ്ഞേ പറ്റുമെന്ന് തോന്നുവാണ്. അവൻ ഫാസ്റ്റോസിന്റെ കെണിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പെട്ടെന്ന് സെർസിന് മുന്നിലേക്ക് പറന്നു ചെന്നു. എന്നിട്ട് അവൻ സെർസിയെ ലേസർ വിടാൻ പോവായിരുന്നു. പക്ഷെ സെർസിയുടെ മുഖം കണ്ടപ്പോ അവനെ കൊണ്ട് അതിന് പറ്റുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അവർ എത്രയോ വർഷങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് കഴിഞ്ഞവരാ. ഇക്കാരിസിന് എപ്പോഴും സെർസിയെ ഇഷ്ടമാണ്. അവൻ വീണ്ടും അവളെ ലേസർ വിടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അരിശമാണല്ലോ അവന് പ്രധാനപ്പെട്ടത്. പക്ഷെ അവൻ അപ്പോഴും പറ്റുന്നില്ല. എന്നാലും ഇക്കാരിസ് വേണമെങ്കിൽ തന്നെ കൊന്നോട്ടെ എന്ന് വിചാരിച്ച് സെർസി കണ്ണടച്ച് നിൽക്കുന്നു. അവർ രണ്ടുപേരും കരയാൻ തുടങ്ങി. കാരണം രണ്ടുപേർക്കും ഇപ്പോഴും ഇഷ്ടമാണ്. അവർ പണ്ട് വിവാഹം കഴിച്ചതും ഒരുമിച്ച് ജീവിച്ചതും ഒക്കെ ഇക്കാരിസ് ആലോചിക്കാൻ തുടങ്ങി. സെർസിയുടെ ചിരിച്ച മുഖം മാത്രമേ അവൻ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതേ സെർസി അവൻ എങ്ങനെ കൊല്ലും? അതുകൊണ്ട് ഇക്കാരിസ് ഒന്നും ചെയ്യുന്നില്ല. അവൻ വളരെ കുറ്റബോധത്തോടെ സെർസിയെ നോക്കുന്നു. ഈ സമയത്ത് സെർസി സമയം കളയാതെ വീണ്ടും സെലസ്റ്റിയലിന്റെ മേല് അവളുടെ പവർ ഉപയോഗിക്കുവാണ്. അവൾ അതിനെ കല്ലാക്കി മാറ്റാൻ തുടങ്ങി. അത് മാത്രമല്ല ഇപ്പൊ യൂണിമൈൻഡ് പ്രവർത്തിക്കുവാണ്. ബ്രേസ്ലെറ്റ് കയ്യിലിട്ടവർ മാത്രമല്ല, അത് കയ്യിലിടാത്ത ഇറ്റേണൽസിനെ പോലും, അതായത് സ്പ്രൈറ്റിനെയും ഇക്കാരിസിനെയും പോലും ആ യൂണിമൈൻഡിൽ പെടുത്തുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഇപ്പൊ ജനിച്ചു വരുന്ന സെലസ്റ്റിയൽ ആയിട്ടുള്ള ടിയാമുട്ടിനെ പോലും ഈ യൂണിമൈൻഡിൽ പെടുത്തുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫാസ്റ്റോസ് പറഞ്ഞതുപോലെ അരിഷവും ഈ സെലസ്റ്റിയലും മറ്റ് ഇറ്റേണൽസും സെർസിയുടെ ഗോൾഡൻ ബോളും എന്തോ ഒരു കണക്ഷൻ ഉള്ളതാണ്. അതുകൊണ്ടാണ് യൂണിമൈൻഡ് ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എന്താ ഇപ്പൊ നടക്കുന്നത്? സ്പ്രൈറ്റും ഇക്കാരിസും അടക്കം എല്ലാ ഇറ്റേണൽസിന്റെ ശക്തിയും അതിന്റെ കൂടെ ജനിച്ചു വരാൻ പോകുന്ന ടിയാമുട്ട് സെലസ്റ്റിയലിന്റെ എനർജിയും സെർസിക്ക് കിട്ടുവാണ്. അതുപയോഗിച്ച് സെർസി ടിയാമുട്ടിനെ കല്ലാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഇപ്പൊ അവൾക്ക് ഒരുപാട് എനർജി കിട്ടുന്നത് കൊണ്ട് തന്നെ സെർസിക്ക് വളരെ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ടിയാമുട്ടിനെ ഒരു കല്ലാക്കി മാറ്റാൻ സാധിക്കുന്നു. അങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള ടിയാമുട്ട് ഒരു കല്ലായി മാറി. ജനിച്ചു വരുന്ന ടിയാമുട്ടിന്റെ കയ്യിലെ 5 വിരലുകളും തലയുടെ കുറച്ച് ഭാഗവും മാത്രമാണ് ഭൂമിയുടെ പുറത്തേക്ക് വന്നുള്ളൂ. ടിയാമുട്ട് സെലസ്റ്റിയലിനെ ഉറക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. പക്ഷേ ഇപ്പൊ ടിയാമുട്ട് മരിച്ചിരിക്കുകയാണ്. ഒരു സെലസ്റ്റിയലിനെയാണ് ഇവർ കൊന്നു കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ എമർജൻസി ഇവർ തടഞ്ഞു. ഭൂമിയിൽ എല്ലാവരും രക്ഷപ്പെട്ടു. താനാണിത് ചെയ്തതെന്ന് സെർസിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇക്കാരിസ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, വേണമെങ്കിൽ ഇക്കാരിസിന് സെർസിയെ ഒപ്പം തടയാമായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. അതുകൊണ്ടാണ് സെർസിക്ക് ടിയാമുട്ടിനെ തടയാൻ സാധിച്ചത്. ഇക്കാരിസിന് കുറ്റബോധം കൊണ്ട് ആരുടെയും മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? അതും നടന്നില്ല. ഇക്കാരിസ് തീർത്തും പരാജയപ്പെട്ടു. അരിഷത്തിന്റെ ലക്ഷ്യത്തിലും അതെ, ഇറ്റേണൽസിന്റെ കൂട്ടത്തിൽ ഒരാളായിരിക്കുന്നതിലും അതെ, എല്ലാ തരത്തിലും അവൻ പരാജയപ്പെട്ടു. അവൻ സെർസിയോട് സോറി പറഞ്ഞ് കരയുന്നു. സെർസി അവസാനമായിട്ട് ഇക്കാരിസിന്റെ കവിളി തലോടി. ഇക്കാരിസ് എന്തോ തീരുമാനിച്ചുറപ്പിച്ചു. അവൻ നേരെ മുകളിലേക്ക് പറക്കുവാണ്. ഒരുപാട് വേഗതയിൽ അവൻ പറക്കുന്നത് നേരെ സൂര്യന്റെ അടുത്തേക്കാണ്. അവസാനമായി ഭൂമിയെ അവൻ ഒന്നുകൂടി നോക്കി. എന്നിട്ട് ഇക്കാരിസ് സൂര്യനിൽ പോയി മറഞ്ഞു. മിക്കവാറും ഇക്കാരിസ് സൂര്യന്റെ ശക്തി കൊണ്ട് കത്തി നശിച്ചു കാണും. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പാർട്ടി പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? ഒരു അച്ഛനും മകനും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മെഴുകു വെച്ച് ചിറകുണ്ടാക്കി പറന്നത്. എന്നിട്ട് ഇക്കാരിസ് എന്ന് പറയുന്ന മകൻ സൂര്യന്റെ അടുത്തേക്ക് പറന്ന് ആ മെഴുകുരുകി ചിറകുടിഞ്ഞ് താഴെ വീണ് മരിച്ചു. എനിക്കിത് കാണുമ്പോൾ അതുപോലെ തന്നെ തോന്നുന്നത്. അങ്ങനെ ബാക്കിയുള്ള ഇറ്റേണൽസ് ഒക്കെ ഒത്തുകൂടി ഫാസ്റ്റോസ് സെർസിയോട് നീ ശരിക്കും ഇതെങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ സെർസി അതിന്റെ കാരണം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇറ്റേണൽസിന്റെ പവർ മാത്രം വെച്ചിട്ടാണെങ്കിൽ അവൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. താഴെ നിന്ന് വരുന്ന ടിയാമുട്ടിനും ഒരുപാട് കോസ്മിക് എനർജി ഉള്ളിലുണ്ട്. യൂണിമൈൻഡിലൂടെ ടിയാമുട്ടും ഇവരുമായിട്ട് കണക്റ്റഡ് ആയി. അങ്ങനെ ടിയാമുട്ടിന്റെയും കൂടി എനർജി എടുത്തപ്പോഴാണ് സെർസിക്ക് ഇത് ചെയ്യാൻ സാധിച്ചത്. ഇവർ മുന്നേ ജീവിച്ചിരുന്ന പ്ലാനറ്റുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്നുള്ള ചോദ്യത്തിനും ഇത് തന്നെയാണ് ഉത്തരം. ജനിച്ചു വരുന്ന സെലസ്റ്റിയലുമായിട്ട് ഇവരൊരു കണക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആഗ്രഹം പൊട്ടിത്തെറിക്കുമ്പോൾ ഇവരും മരിക്കാതെ രക്ഷപ്പെടുന്നത്. എന്തായാലും മക്കാരി ഒരു കാര്യം പറയുന്നുണ്ട്. ടിയാമുട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമാളോ വില്ലനോ ഒന്നുമല്ല. ടിയാമുട്ട് ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അരിഷും ടിയാമുട്ടും
ടിയാമുട്ടിനെ ജനിപ്പിക്കാൻ ഒരു വിത്ത് ഭൂമി നട്ടുവെച്ചു പോയി. എന്നിട്ട് അവസരം വന്നപ്പോ ടിയാമുട്ട് ജനിച്ചു വരാൻ പോവുകയും ചെയ്തു. ടിയാമുട്ടിന് നമ്മൾക്ക് വെറുക്കാനാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇറ്റേണൽസ് വീണ്ടും ഒന്നു ചേരാൻ കാരണം ഈ ടിയാമുട്ട് തന്നെയാണല്ലോ. ഈ സമയത്ത് ഡ്രൂ അങ്ങോട്ട് വരുന്നുണ്ട്. മക്കാരി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കുന്നു. അവര് കിസ് ചെയ്തില്ല എന്നുള്ള അവസ്ഥയിൽ എത്തി. പക്ഷെ കിസ് ചെയ്യുന്നില്ല. ഇവര് തമ്മിൽ ലവേഴ്സ് അല്ല, എന്ന ഫ്രണ്ട്സ് ആണെന്ന് ചോദിച്ചാൽ അതാണെന്ന് തോന്നുന്നില്ല. ഇവരെന്ത് ഷിപ്പാന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് കുറ്റബോധം കൊണ്ട് മൂടിയ സ്പ്രൈറ്റും അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ എല്ലാവരുടെയും മുന്നിൽ നിന്ന് കരയുന്നു. അവൾക്ക് ഇക്കാരിസിനെ നഷ്ടപ്പെട്ടു. ഇക്കാരിസിനോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയില്ല. ഇക്കാരിസിന്റെ കൂടെ പോയത് കൊണ്ട് തന്നെ ബാക്കി ഇറ്റേണൽസിനെ ചതിച്ച പോലെയാണ് അവൾക്ക് തോന്നുന്നത്. മാത്രമല്ല അവളുടെ കൂട്ടുകാരിയായി നിന്ന് അവൾക്ക് ആയുധം കൊടുത്ത സെർസിയെ അതേ ആയുധം വെച്ച് അവൾ കുത്തുകയും ചെയ്തു. ഇക്കാരിസ് മരിച്ചതിൽ സ്പ്രൈറ്റിന് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ സെർസിക്ക് അവളോട് അത്ര ദേഷ്യമില്ല. കാരണം അവളുടെ അവസ്ഥ എന്താന്ന് സെർസിക്ക് മനസ്സിലാവും. സെർസിക്ക് ഒരു ഐഡിയ തോന്നി. യൂണിമൈൻഡ് വെച്ച് അവൾക്ക് ഒരുപാട് എനർജി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ടിയാമട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നില്ല. ആ ബാക്കിയുള്ള എനർജി വെച്ച് സെർസിക്ക് വേണമെങ്കിൽ സ്പ്രൈറ്റിനെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ചെയ്യട്ടെ എന്ന് അവൾ സ്പ്രൈറ്റിനോട് ചോദിക്കുവാണ്. അങ്ങനെ മനുഷ്യനാക്കി മാറ്റിയ സ്പ്രൈറ്റ് ആഗ്രഹിച്ചതൊക്കെ അവൾക്ക് കിട്ടും. അവർക്ക് മനുഷ്യരെ പോലെ തന്നെ വളരാൻ പറ്റും. അവർക്കിടയിൽ ജീവിക്കാൻ പറ്റും. പ്രണയിക്കാനും ഒരു കുടുംബം തുടങ്ങാനും പറ്റും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അവളും മനുഷ്യരെ പോലെ ഒരു ദിവസം വയസ്സായി മരിക്കും. പക്ഷെ സ്പ്രൈറ്റിന് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൾ അതിനോട് ഓക്കെ പറയുവാണ്. അങ്ങനെ സെർസി സ്പ്രൈറ്റിനെ ഒരു മനുഷ്യനാക്കി മാറ്റി. മറ്റ് ഇറ്റേണൽസിനും ഇതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു പോയി. ഇപ്പൊ ടിവിയിൽ കടലിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിൽക്കുന്ന സെലസ്റ്റിയലിന്റെ ബോഡിയെ പറ്റിയാണ് എല്ലാവരും ചർച്ച. ഇതെന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം എമർജൻസിനെ പറ്റിയും സെലസ്റ്റിയലിനെ പറ്റിയും ഇറ്റേണൽസിന് മാത്രമല്ല അറിയൂ. ഈ വാർത്ത കാണുന്ന ആരൊക്കെയാണെന്നറിയോ? ഇത് ഫാസ്റ്റോസിന്റെ വീട്ടിലിരുന്ന് അവന്റെ പാർട്ട്ണറും ഡ്രൂഗും മക്കാരിയും ഒക്കെ കാണുവാണ്. തീന അവിടെയുണ്ട്. തീന ഫാസ്റ്റോസിന്റെ മോന്റെ കൂടെ ഫ്രണ്ട് അവനൊക്കെ നോക്കുന്നുണ്ട്. ആ കൊച്ചു മുകളിലുള്ള ഒരു ഓറഞ്ച് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എത്തുന്നില്ല. അപ്പൊ തീന പെട്ടെന്ന് അവളുടെ കയ്യിൽ ആയുധം എടുത്ത് ആ ഓറഞ്ച് കുത്തിയെടുത്ത് കൊച്ചിന് കൊടുക്കുന്നു. കൊച്ചു പേടിച്ചുപോയി. ഈ ശബ്ദം കേട്ട് ഫാസ്റ്റോസ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ്. എന്തായാലും തീനയുടെ അടുത്ത് കൊച്ചിനെ വിട്ടിട്ട് പോയി ശരിയാവില്ല എന്ന് ഫാസ്റ്റോസിന് മനസ്സിലായി. ചിലപ്പോ തീന അവളുടെ ബ്ലേഡ് വെച്ച് കൊച്ചിന്റെ മുടി വരെ വെട്ടിക്കൊടുക്കും. ഫാസ്റ്റോസ് മോനോട് അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല, എല്ലാവരോടും മാന്യമായിട്ട് സംസാരിച്ചു വേണം പ്രശ്നങ്ങളൊക്കെ തീർക്കാനെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കണ്ട മക്കാരി ഓടിയെന്ന് പറയുന്നു. ഫാസ്റ്റോസ് പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ ആ കൊച്ചു മണ്ടനൊന്നും അല്ലാന്ന്. അടി കൊടുക്കേണ്ട ആൾക്കാണെങ്കിൽ അടി കൊടുത്തേ പറ്റൂ. ഇങ്ങനെയാണ് മക്കാരി പറയുന്നത്. അങ്ങനെ അവരൊക്കെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ താമസിക്കുന്നു. എന്തായാലും ഫാസ്റ്റോസ് ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് അയാൾ ഫാസ്റ്റ് ആയിട്ട് ഇക്കാരിസ് തകർത്ത് കളഞ്ഞ ഡോമോഷിപ്പിനെ വീണ്ടും ശരിയാക്കി. നമ്മളുടെ ഡ്രൂവും ഫാസ്റ്റോസും അത്രയ്ക്ക് അങ്ങോട്ട് മിങ്കിളാവാത്തവരാ. ഇവരൊക്കെ പിരിഞ്ഞു പോകാൻ പോവാണ്. ഫാസ്റ്റോസ് അവന്റെ കുടുംബമായിട്ട് ഭൂമി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഡ്രൂവും മക്കാരിയും വേറെ ചില ലക്ഷ്യങ്ങളുമായിട്ട് ഡോമോഷിപ്പി കയറി പോവാണ്. എന്തായാലും ഡ്രൂവിന് കെട്ടിപ്പിടിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഒരു ഹാൻഡ് ഷേക്ക് ആവാന്ന് പറഞ്ഞ് ഫാസ്റ്റോസ് കൈ നീട്ടുന്നു. പക്ഷേ ഫാസ്റ്റോസിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ച് ഡ്രൂ അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇവർ ഡോമോഷിപ്പി കയറി മറ്റുള്ള പ്ലാനറ്റുകളിൽ പോകും. എന്നിട്ട് ആ ഗ്രഹത്തിലുള്ള ഇറ്റേണൽസിനെ കണ്ടുപിടിച്ച് അവരോട് അരിഷത്തിന്റെ ശരിക്കുള്ള പ്ലാൻ പറയും. എന്നിട്ട് ആ ഗ്രഹത്തിൽ എമർജൻസി നടക്കുന്നതിനെ തടയാൻ ശ്രമിക്കും. ഇതാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ അവർ ഡോമോഷിപ്പ് കയറിപ്പോയി. ഫാസ്റ്റോസ് നമ്മുടെ ഭൂമിയിൽ തന്നെ. ഇപ്പൊ നമ്മുടെ സ്പ്രൈറ്റ് ആണെങ്കിലോ അവളും ഫോൺ അഡിക്റ്റ് ആയി. അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ടിൻഡറും ബമ്പിളും പോലെയുള്ള ആപ്പൊക്കെ എടുത്ത് ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്തായാലും കിങ്ങോ ഇനി ഫോൺ വെച്ച് വേറെ പ്രശ്നത്തിലൊന്നും പോയി പെടല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്പ്രൈറ്റിനെ അവളുടെ വഴിക്ക് വിട്ട് അവര് വേറെ വഴിക്ക് പോവാണ്. പക്ഷെ അവസാനമായിട്ട് സ്പ്രൈറ്റ് സെർസിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു പറയുന്നു. ഇടയ്ക്ക് സെർസിക്ക് തോന്നാറുണ്ട് താൻ ചെയ്തത് ശരി തന്നെയാണോ, ഒരു സെലസ്റ്റിയലിനെ കൊന്നുകളഞ്ഞത്. പക്ഷെ കിങ്ങോ പറയുന്നത് ഇനി ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, എന്തായാലും ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. അതിന്റെ കുറ്റം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാ. ഇനി എന്ത് വന്നാലും അതിനെ നേരിട്ടേ പറ്റും. നമ്മളെല്ലാവരും നമുക്ക് തോന്നിയ പോലെ ചെയ്ത് ഞാൻ നിങ്ങളെ സഹായിക്കാതെ പോയി. ഇക്കാര്യം അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. ഇതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ഡെയിൻ വിറ്റ്മാൻ വരുന്നത്. അതായത് സെർസിയുടെ ബോയ് ഫ്രണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സെർസിക്ക് ഇക്കാരിസിനോട് ഇപ്പോഴും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ പാവൻ ഡെയിനെ ബോയ് ഫ്രണ്ട് ആക്കിയത്? ഇതാണ് പറയുന്നത് എക്സിനെ മറക്കാത്തവരായിട്ട് റിലേഷൻഷിപ്പിന് പോരുതെന്ന്. ആ പഴയ എക്സ് തിരിച്ചു വന്ന് 2 സെന്റി ഡയലോഗ് അടിച്ച ഇവര് ചിലപ്പോൾ നമ്മളെ വിട്ടിട്ട് പഴയ ആളുടെ കൂടെ പോകും. നമ്മൾ മണ്ടന്മാരാവും. അങ്ങനെ സെർസിയും ഡെയിനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുവാണ്. അവൾ എല്ലാ കാര്യങ്ങളും ഡെയിനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ഡെയിൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒരു ജിറാഫാക്കി മാറ്റാൻ പറ്റുമെന്നാണ്. അപ്പൊ സെർസി പറയുന്നു, നോക്കാം, അടുത്ത വട്ടം പുതിയൊരു സെലസ്റ്റിയലുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറെ ശക്തി കിട്ടും, ആ സമയത്ത് നോക്കാന്ന്. സെർസിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ശരിക്കും അറിയില്ല. ഒരു മനുഷ്യനായിട്ട് ജീവിക്കണോ അതോ സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയണോ? എന്തായാലും ഡെയിൻ ഒരു കാര്യം പറയുന്നുണ്ട്, സെർസി എന്ത് തീരുമാനിച്ചാലും സെർസി ആര് തന്നെയായാലും ഡെയിൻ എപ്പോഴും സെർസി ഇഷ്ടമായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. ഇപ്പൊ ഡെയിൻ എന്തൊക്കെ തുറന്നു പറയുന്നുണ്ട്. ഡെയിൻ അവന്റെ ഫാമിലിയുടെ ഹിസ്റ്ററിയെ പറ്റി അന്വേഷിച്ചു. അവന്റെ ഫാമിലി ഹിസ്റ്ററി അത്ര വെടിപ്പല്ല എന്നാണ് അവന് മനസ്സിലായത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ്. അതൊരു സീക്രട്ട് ആണ്. അത് ഡെയിൻ സെർസിയോട് പറയാൻ പോവായിരുന്നു. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. സെർസിക്ക് എന്തോ ഫീൽ ചെയ്യാൻ പറ്റി. അവർക്ക് രണ്ടുപേർക്കും അവിടെയൊക്കെ കുലുങ്ങുന്ന പോലെ തോന്നി. ആകാശം മുഴുവൻ കാർമേഘ വിരുണ്ടുകൂടി മിന്നലും ഉണ്ടായി. ഇടിമിന്നലിന്റെ ദേവൻ തോറാണ് വരുന്നതെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. അല്ല, പെട്ടെന്ന് കാർമേഘം 2 ഭാഗത്തേക്കും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു തല അവിടെ പ്രത്യക്ഷപ്പെടുവാണ്. ഒരു വലിയ തല. അത് സാക്ഷാൽ അരിഷമായിരുന്നു. അരിഷത്തിന്റെ പ്ലാനാണ് ഇവരൊക്കെ
തടഞ്ഞിരിക്കുന്നത്. പുതിയതായിട്ട് ജനിച്ചു വരേണ്ട സെലസ്റ്റിയലിനെ ഇവർ കൊന്നുകളഞ്ഞു. അപ്പൊ പിന്നെ അരിശത്തിന് അരിശം വരാതിരിക്കോ? ഒരു നിമിഷം കൊണ്ട് അരിശം സെർസിയെ അയാളുടെ അടുത്തേക്ക് പറത്തിക്കൊണ്ടുപോകുന്നു. ഡെയിൻ ഇത് നോക്കി നിൽക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെർസി ഭൂമിയുടെ പുറത്തേക്ക് എത്തി. ഇപ്പൊ ഭൂമിയുടെ തൊട്ടടുത്താണ് അരിശം നിൽക്കുന്നത്. അയാളുടെ കൈപ്പത്തിക്കുള്ളിൽ സെർസിയും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ മണൽത്തയുടെ അത്രേ ഉള്ളൂ അരിശത്തിന് മുന്നിൽ സെർസി. എന്നാൽ സെർസിയെ മാത്രമല്ല അരിശം പിടിച്ചിരിക്കുന്നത്, ഫാസ്റ്റോസിനെയും കിങ്ങോയെയും അരിശം ഭൂമിയിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരോ? അവരിപ്പോ ഭൂമിയിലില്ല. വേറെ ഇറ്റേണൽസിനെ തേടി അവർ ഡോമോഷിപ്പിൽ കയറി ഭൂമിക്ക് പുറത്തുപോയി. അരിശം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സെലസ്റ്റിയലിന്റെ ജനനമാണ് ഇറ്റേണൽസ് തടഞ്ഞിരിക്കുന്നത്. അവരെ ഏൽപ്പിച്ച ജോലിയാണ് അവർ തെറ്റിച്ചിരിക്കുന്നത്. ടൈമുട്ടിനെ അവർ കൊന്നുകളഞ്ഞു. 7000 വർഷങ്ങൾ നീണ്ടുനിന്ന ആ സെലസ്റ്റിയലിന്റെ വളർച്ചയാണ് ഒരു അർത്ഥവുമില്ലാതെയായത്. പക്ഷേ ഭൂമിയെയും അതിലെ മനുഷ്യരെയും എന്തിനാണ് ഈ എറ്റേണൽസ് രക്ഷിച്ചത്? അവർ രക്ഷപ്പെടാൻ അർഹരാണോ? ഇതൊക്കെ അരിശത്തിന് അറിയണം. എന്നിട്ട് അരിശം അവസാനത്തെ ഒരു തീരുമാനം എടുക്കും. സെർസിയുടെയും ഫാസ്റ്റോസിന്റെയും കിങ്ങോയുടെയും ഓർമ്മകൾ വെച്ചിട്ടാണ് അരിശം ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അരിശം അവരെ 3 പേരെയും കൊണ്ട് ഒരു ബ്ലാക്ക് ഹോൾ പോലെയുള്ള പോർട്ടലിൽ കൂടെ എങ്ങോട്ടോ മാഞ്ഞു പോവാണ്. ഇങ്ങനെ വലിയൊരു രൂപം പ്രത്യക്ഷപ്പെട്ടത് ഭൂമിയിലുള്ള കുറെ പേർ കണ്ടു. പക്ഷെ ഡെയിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊന്നും അവന്റെ പരിധിക്കുള്ളിൽപ്പെട്ട കാര്യങ്ങളല്ലല്ലോ. ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് എന്ന് വിചാരിക്കേണ്ട. ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത് ഡോമോഷിപ്പ്. അതിന്റെ ഉള്ളിൽ മക്കാരിയും ഡ്രൂവും തീനയോ ഉള്ളത്. അവരാഴ്ചകളായി ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അവർക്ക് അവരുടെ പോലെ എറ്റേണൽസ് ഉള്ള മറ്റൊരു പ്ലാനറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ഭൂമിയിലുള്ള മറ്റ് ഇറ്റേണൽസിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്ന കണക്ഷനും പോയി. തീനയ്ക്ക് കാര്യം മനസ്സിലായി. ഒരുപക്ഷെ അരിശം വന്ന് അരിശം തീർത്തിട്ടുണ്ടാവും. അരിശം അവരെ കൊണ്ടുപോയിട്ടുണ്ടാവും. കൂട്ടുകാരെ രക്ഷിക്കാൻ അവർക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന മക്കാരി പറയുന്നു. പെട്ടെന്നാണ് അവിടെ ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നത്. തീന ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. അവർ 3 പേരും നോക്കി നിൽക്കെ പെട്ടെന്ന് അവിടെ എന്തോ ഒരു പോർട്ടൽ തുറന്ന് ഒരു ചെറിയ കുള്ളനെ പോലെയുള്ള ആള് അവിടേക്ക് വീഴുവാണ്. കുടിച്ച് പാമ്പായ പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. കണ്ട ഒരു ലുട്ടാപ്പി പോലെയുണ്ട്. താൻ ആരാന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും ലുട്ടാപ്പി അവർക്ക് വേണ്ടി പുതിയൊരാളെ പരിചയപ്പെടുത്തുവാണ്. എല്ലാവരും കാത്തിരിക്കൂ, എന്റെ യജമാനൻ വരുന്നുണ്ട്. ടൈറ്റൻ ഗ്രഹത്തിലെ രാജകുമാരൻ, താനോസിന്റെ സഹോദരൻ, സ്ത്രീകളുടെ ഹൃദയം കീഴടക്കുന്നവൻ, ബ്ലാക്ക് റോബർട്ടിനെ പോലെയുള്ള വലിയ വലിയ വില്ലന്മാരെ തോൽപ്പിച്ചവൻ, അതിസാഹസികനായ സ്റ്റാർ ഫോക്സ്. അങ്ങനെ പറയുന്നതും അവിടേക്ക് പുതിയൊരാൾ ഒരു പോർട്ടലിൽ കൂടെ പ്രത്യക്ഷപ്പെട്ടു വരുവാണ്. ഇയാളുടെ പേരാണ് സ്റ്റാർ ഫോക്സ്, അല്ലെങ്കിൽ ഇറോസ് എന്ന് വിളിക്കും. ഇയാളും ഒരു ഇറ്റേണലാണ്. ഇറോസ് വന്ന ഉടനെ എങ്ങനെയാ പറയുന്നത്, എന്റെ പേര് ഇറോസ്, ഞാനും നിങ്ങളെ പോലെ ഒരു ഇറ്റേണലാ. ഇത് എന്റെ സഹായിയായിട്ടുള്ള പിപ്പ് ദ ട്രോൾ. പിപ്പിന് ഇഷ്ടമുള്ളപ്പോ പോർട്ടൽ തുറക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. പിന്നെ തീന പറഞ്ഞു കേട്ട പോലെ തന്നെ നീ അതിസുന്ദരിയാ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വിശ്വാസമാവുന്നില്ലേ? ഇത് കണ്ടോ, നിങ്ങളുടെ പ്രൈമിറ്റുകളുടെ മേലുള്ളതുപോലെ ആ ഗോൾഡൻ ബോൾ എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ കൂട്ടുകാര് ഒരു വലിയ കുഴപ്പത്തിലാണെന്ന് എനിക്കറിയാം. അവരെങ്ങനെ കണ്ടെത്തണമെന്ന് എനിക്കറിയാം. അവരെ സഹായിക്കാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് സ്റ്റാർ ഫോക്സ് പറയുന്നത്. ഇപ്പൊ ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറയാം. ഇറോസിന്റെ പവർ എന്താന്ന് വെച്ചാൽ, അവൻ ആളുകളുടെ മനസ്സിൽ പ്രണയം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ തോന്നിപ്പിക്കാൻ സാധിക്കും. നമ്മളുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ ആ പവർ ഇറോസിനുണ്ടോ നമുക്ക് അറിയില്ല. പിന്നെ മറ്റ് ഇറ്റേണൽസിനെ പോലെ അവന് ശക്തനാണ്. ഒരുപക്ഷെ അവന്റെ സ്ഥലത്തെ പ്രൈം ഇറ്റേണൽ ആയിരിക്കാം ഇറോസ്. അതുകൊണ്ടായിരിക്കാം അവന്റെ കയ്യിൽ ആ ഗോൾഡൻ ബോൾ ഉള്ളത്. അവനും അരിശത്തിനെതിരെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നത്, അല്ലെ? പക്ഷെ മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. താനോസിന്റെ സഹോദരനാണ് ഇറോസ്. അതെങ്ങനെ സംഭവിക്കും? താനോസിന്റെ സഹോദരനാണെങ്കിൽ താനോസും ഒരു ഇറ്റേണൽ ആവണ്ടേ? അത് മാത്രമല്ല, നമ്മൾ ഈ സിനിമയെ കണ്ട ഇറ്റേണൽസിന് വേൾഡ് ഫോർജ് എന്ന് പറയുന്ന ഫാക്ടറിയിലല്ല ഉണ്ടാക്കിയത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ശരിയാവും? സത്യം പറയുകയാണെങ്കിൽ അത് എനിക്കും അറിയില്ല. എന്നാലും അറിയുന്ന കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, ടൈറ്റൻ ഗ്രഹത്തിലാണ് താനോസ് ജനിച്ചത്. ടൈറ്റൻ ഗ്രഹത്തിലെ രാജാവായിരുന്നു അലാർസ്. അലാർസിന്റെ 2 മക്കളാണ്, അതായത് സാധാരണ രീതിയിൽ തന്നെ ഉണ്ടായ 2 മക്കളാണ്, താനോസും ഇറോസും. പക്ഷെ താനോസിന്റെ ബോഡിയിൽ ഇറ്റേണലിന്റെ ജീൻ മാത്രമല്ല ഉണ്ടായിരുന്നെ, ഡീവിയന്റിന്റെ ജീനും താനോസിന്റെ ശരീരത്തിൽ കയറി വന്നു. അങ്ങനെയാണ് താനോസിന്റെ രൂപം അങ്ങനെയായി മാറിയത്. പക്ഷെ ഇറോസിന് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇറോസ് ഒരു ഇറ്റേണലായി തന്നെ ജനിച്ചു. അതാണ് സംഭവം. അതേസമയം ഈ കഥയിലെ നമ്മൾ കണ്ട ഇറ്റേണൽസ് അവര് പറഞ്ഞ പോലെ അരിശം വേൾഡ് ഫോർജിൽ ഉണ്ടാക്കിയതാണ് കൃത്രിമമായിട്ട്. അപ്പൊ ഇത് എങ്ങനെ ശരിയാവുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് ഇറ്റേണൽസ് ഇങ്ങനെ ഉണ്ടായി, കുറച്ച് ഇറ്റേണൽസ് അങ്ങനെ ഉണ്ടായി, എന്നാൽ ഇവരൊക്കെ ഇറ്റേണൽസ് ആണ്. ആ ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഈ സിനിമയിൽ പറയുന്നുമില്ല. ഇതിന്റെ 2ാം ഭാഗം ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല. എന്തായാലും ഇങ്ങനെ സിനിമ അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്തൊരു ക്രെഡിറ്റ് സീൻ. ഇപ്പൊ നമ്മളുടെ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ഒരു റൂമിൽ ഡെയിൻ വിറ്റ്മാൻ നിൽക്കുവാണ്. നമ്മുടെ സെർസിയുടെ ബോയ് ഫ്രണ്ട്. ഡെയിൻ ഒരു പെട്ടി തുറന്നുകൊണ്ടിരിക്കുവാണ്. അവൻ കുറച്ചു നാളായിട്ട് ഈ പെട്ടി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് ധൈര്യം കിട്ടിയില്ല. അവന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇത് തന്നെയാ. പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന എന്തോ ഒന്നാണ് ഈ പെട്ടിയുടെ ഉള്ളിൽ. അവൻ ധൈര്യം സംഭരിച്ച് ആ പെട്ടി തുറക്കുവാണ്. അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത് ഈജിപ്തിലെ മമ്മിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരം വാളാണ്. ഡെയിൻ വിറ്റ്മാൻ കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ആ വാളിൽ തൊടാൻ ശ്രമിക്കുന്നു. ആ വാൾ എന്ത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അതിലെ പദാർത്ഥങ്ങൾ ഡെയിനിന്റെ കയ്യിലേക്ക് ആകർഷിക്കപ്പെട്ട് വരാൻ തുടങ്ങി. ഡെയിൻ ആ വാൾ കയ്യിലെടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നുവാണ്. പെട്ടെന്ന് ആരുടെ ശബ്ദം കേൾക്കുന്നു. ഈ വാൾ കയ്യിലെടുക്കാൻ നീ തയ്യാറാണെന്ന് ഉറപ്പാണോ? അങ്ങനെയാണ് ആ ശബ്ദം ചോദിക്കുന്നത്. പെട്ടെന്ന് സീൻ എൻഡായി സിനിമ അവസാനിക്കുന്നു. എന്നിട്ട് ഇറ്റേണൽസ് വിൽ റിട്ടേൺ എന്ന് എഴുതി കാണിക്കുകയും ചെയ്യുന്നു. ഇറ്റേണൽസ് തിരിച്ചു വരുമെന്ന്. കുറെ നാളായി ഇതുവരെ ഇറ്റേണൽസ് തിരിച്ചു വരുന്നുള്ള ഒരു റൂമർ പോലും ഞാൻ കേട്ടില്ല.
പക്ഷെ ലാസ്റ്റ് സീനിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. തീന എക്സ്കാലിബർ ബ്ലേഡ് കയ്യിലെടുത്തപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതാണോ ഇബോണി ബ്ലേഡ് എന്ന്. ആ പറഞ്ഞ ഇബോണി ബ്ലേഡ് ആണ് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടത്. ഇനി എന്താണ് ഇബോണി ബ്ലേഡ് എന്ന് പറയാം. ഞാൻ നേരത്തെ ഒരു മന്ത്രവാദിയായിട്ടുള്ള മെർലിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ മെർലിൻ ഭൂമിയിലേക്ക് വന്ന ഒരു ഉൽക്കയിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രത്യേക തരം വാളാണ് ഇബോണി ബ്ലേഡ്. എക്സ്കാലിബർ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നന്മയുടെ പ്രതീകമാണെങ്കിൽ ഇബോണി ബ്ലേഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, തിന്മയുടെ പ്രതീകമാണ്. ഈ വാൾ ആരാണോ എടുത്ത് ഉപയോഗിക്കുന്നത് അവരെ ഈ വാൾ കറപ്റ്റ് ചെയ്യും. അതായത് അവരുടെ മൈൻഡിനെ മാറ്റി മനസ്സിനെ ദുഷിപ്പിച്ച് ചോരക്കൊതിയന്മാരാക്കി മാറ്റും. എത്രത്തോളം രക്തം ഈ വാൾ കൊണ്ട് ചീറ്റിക്കുന്നോ അതിലേറെ രക്തം വേണമെന്ന് ഈ വാളിനും ഇത് ഉപയോഗിക്കുന്ന ആൾക്കും തോന്നും. ബ്ലഡ് കേഴ്സ് എന്നാണ് അതിന് പറയുക, അതായത് രക്തത്തിന്റെ ശാപം. അങ്ങനെ ഇത് ഉപയോഗിക്കുന്ന ആൾ ഒരു ക്രൂരനെ പോലെ കൊലകൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ചിലർക്ക് അതിനെ കൺട്രോൾ ചെയ്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. കുറെ കാലങ്ങളായിട്ട് ഡെയിൻ വിറ്റ്മാന്റെ ഫാമിലിയാണ് ഈ വാൾ കൈമാറി വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് മാത്രം ഇത് എടുക്കാൻ പറ്റുന്നൊന്നുമില്ല. പക്ഷെ ഡെയിൻ ആണ് ഇത് അടുത്തായിട്ട് ഉപയോഗിക്കേണ്ട ആൾ. ഇതെടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഇതെടുക്കുന്ന ആളുടെ മനസ്സിനെ ദുഷിപ്പിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് നെക്രോസോഡ് ഓർമ്മയുണ്ടല്ലോ, നള്ളുണ്ടാക്കിയ വെനത്തിനെ പോലെ ഒരു സിംബിയോട്ടിന്റെ ആദ്യ പതിപ്പായിട്ടുള്ള അതേ നെക്രോസോഡ്. ആ നെക്രോസോഡ് എടുക്കുന്ന ആളുടെ മനസ്സിനെയും അത് ദുഷിപ്പിക്കും. അതാണ് ഗോറിന് സംഭവിച്ചത്. അതുപോലെ തന്നെയുള്ള ഒരു വാളാണ് ഇബോണി ബ്ലേഡ്. ഇതെടുത്ത് ഉപയോഗിക്കുന്ന ആളെ ബ്ലാക്ക് നൈറ്റ് എന്നാണ് പറയുക. മൂൺ നൈറ്റ് എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പോരാളി, ബ്ലാക്ക് നൈറ്റ് എന്ന് പറഞ്ഞാൽ കറുത്ത പോരാളി അല്ലെങ്കിൽ ഇരുട്ടിന്റെ പോരാളി, അങ്ങനെയൊക്കെ പറയാം. സെർസി വീഡിയോ കോൾ ചെയ്തപ്പോ ഡെയിൻ അവന്റെ അങ്കിളുമായിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ അങ്കിളും ഈ വാളെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് നൈറ്റ് ആയിരുന്നിരിക്കണം. എന്നാൽ ഈ വാളിപ്പോ ഡെയിന്റെ കയ്യിലേക്ക് വന്നിരിക്കുവാണ്. പക്ഷെ അവനത് തൊടുന്നതിന് മുന്ന് ആ ബ്ലഡ് കേഴ്സ് അല്ലെങ്കിൽ അതിന്റേതായ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ആരോ പിന്നിൽ നിന്ന് വരുന്നുണ്ട്. അയാളാണ് നീ അതിന് റെഡിയാണെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നത്. ആളുടെ മുഖം കാണിക്കുന്നില്ലെങ്കിലും അത് ആരാന്ന് പറയാം. അത് ദി ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും. ദ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഒരു വാമ്പയർ ഹണ്ടർ ആണ്. വാമ്പയർ എന്ന് പറഞ്ഞാൽ രക്തദാഹികളായിട്ടുള്ള രക്തരക്ഷസുകൾ, അതായത് ഡ്രാക്കുളയെ പോലെയൊക്കെ ഉള്ളവർ. അവരാളുകളുടെ ചോര കുടിക്കും, എന്നാൽ അവർക്ക് ജീവിക്കാൻ പറ്റൂ. അവർ കടിക്കുന്നവര് അടുത്ത വാമ്പയേഴ്സായി മാറും. ഈ വാമ്പയേഴ്സിനെ കൊന്നൊടുക്കലാണ് ബ്ലേഡിന്റെ പണി. ബ്ലേഡിന്റെ പണ്ട് 3 സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സിനിമകളാണ്. നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ ഈ ബോണി ബ്ലേഡിന്റെ പെട്ടിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡെത്ത് ഈസ് മൈ റിവാർഡ് എന്ന്, അതായത് മരണമാണ് എനിക്കുള്ള സമ്മാനം എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ ബോണി ബ്ലേഡ് ഉപയോഗിക്കുന്ന ആൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നായിരിക്കും വിചാരിക്കുന്നത്. കാരണം അത്രത്തോളം ഈ വാൾ അയാളുടെ മനസ്സിനെ സ്വാധീനിച്ച് ക്രൂരനാക്കി മാറ്റും. തോർ ലവ് ആൻഡ് തണ്ടറിൽ ഗോറിന് സംഭവിച്ചത് അറിയാലോ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ കുറെ നേരമായിട്ട് മെർലിൻ എന്ന് പറഞ്ഞ മന്ത്രവാദിയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മെർലിനെ ഒന്ന് കാണണം തോന്നും, കാണാൻ ലുക്കാണോ അങ്ങനെയൊക്കെ തോന്നുമല്ലേ. പക്ഷെ ഒരു കാര്യം പറയാം, പേര് മെർലിൻ എന്നാണെങ്കിലും അത് ആക്ച്വലി ഒരു ആണാണ്, ഒരു അപ്പൂപ്പൻ. പക്ഷെ ആൾ ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്? എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം. എന്തുകൊണ്ടാണ് താനോസിനെ അരിശം തടയാതിരുന്നത്? താനോസ് സ്നാപ്പ് ചെയ്ത ഭൂമിയിലെ പകുതി പേര് മാഞ്ഞു പോവും, അങ്ങനെ എമർജൻസി വൈകുമല്ലോ. പിന്നെ എന്തുകൊണ്ട് അരിശം താനോസിനെ തടഞ്ഞില്ല? ഒരുപക്ഷെ താനോസ് ചെയ്യുന്ന കാര്യങ്ങൾ അരിശം ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അയാളെ തടയേണ്ട ആവശ്യം അരിശത്തിനില്ല. അരിശം പറഞ്ഞതുപോലെ 1 ബില്യൺ വർഷത്തിലൊരിക്കലേ ഒരു സെലസ്റ്റിയൽ ജനിക്കേണ്ടതുള്ളൂ. 1 ബില്യൺ വർഷം എന്ന് പറഞ്ഞാൽ 100 കോടി വർഷം. 1 കോടി എന്ന് പറഞ്ഞാൽ 100 ലക്ഷം വർഷം. പക്ഷേ ഭൂമിയിൽ വിത്ത് നട്ടുവെച്ച് വെറും 7000 വർഷത്തിനുള്ളിൽ തന്നെ സെലസ്റ്റിയൽ ജനിക്കാൻ ആവശ്യമായിട്ടുള്ള ജനസംഖ്യ എത്തി. വെറും 7000 വർഷം കൊണ്ട് 100 കോടി വർഷത്തിലൊരിക്കൽ ഒരു സെലസ്റ്റിയൽ ജനിക്കണമെന്നേ ഉള്ളൂ. അതൊരു വലിയ കാലയളവാണ്. അപ്പോ അതിന്റെ മുന്നിൽ 7000 ഒക്കെ എന്ത്? ഇനിയിപ്പോ പകുതി പേര് മാഞ്ഞു പോയെന്ന് തന്നെ നോക്കി, ആ പകുതി പേര് ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യർക്ക് എന്തോരം സമയം വേണ്ടി വരും? അവരങ്ങനെ പെറ്റുപെരുകി മുൻപത്തേക്കാൾ ജനസംഖ്യ എന്തായാലും എത്തും. ഇനിയിപ്പോ അതിന് 3000, 7000, 10000, 1 ലക്ഷം വർഷം തന്നെ എടുത്തെന്ന് വെക്കുക. അതൊന്നും ഈ 1 ബില്യൺ വർഷത്തിന്റെ അടുത്തൊന്നുമല്ല. അരിശം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തല പോയിക്കാറില്ല. അരിശം ചിന്തിക്കുന്നത് വലിയ പ്രപഞ്ചത്തിന്റെ ലെവലിലാണ്. പിന്നെ ഇറ്റേണൽസിനോട് ദേഷ്യം തോന്നാൻ കാരണം അവരുണ്ടാക്കി അയച്ചത് അരിശം തന്നെയാണല്ലോ. അവർ വിശ്വാസവഞ്ചന കാണിച്ചു, അതുകൊണ്ടായിരിക്കും. എന്നാൽ പോലും അരിശം അവരെ കൊല്ലുകയോ ഭൂമി തകർക്കുകയോ ചെയ്യുന്നില്ല. ഭൂമിയിലെ മനുഷ്യർ രക്ഷപ്പെടാൻ അർഹരാണോ എന്ന് ചെക്ക് ചെയ്യാനേ പോകുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇറ്റേണൽസ് എന്ന് പറയുന്ന ഈ സിനിമ അവസാനിക്കുന്നത്. ചില സിനിമകൾ എനിക്ക് നേരത്തെ കാര്യമായിട്ട് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അതുപോലെയുള്ള ഒരു ചിത്രമാണ് ഇറ്റേണൽസ്. എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല. എന്തായാലും എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ്, വലിയ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ. നോ പറയാൻ ചാൻസ് കുറവാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഫേസ് 4 ഒരു സിനിമ കൂടി കഴിഞ്ഞിരിക്കുവാണ്. എറ്റേണൽ പാർട്ട് 1 ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് വ്യൂ കിട്ടി. അതെങ്ങനെയാണെന്ന് മനസ്സിലാവാത്തത്. തോർ ലവ് ആൻഡ് തണ്ടറിനും ഷാങ്ചിക്കും ഒക്കെ ഒരാഴ്ച കൊണ്ട് കിട്ടിയ വ്യൂവിനേക്കാളും അധികമാണ് ഇറ്റേണൽസ് പാർട്ട് 1 കുറച്ച് ദിവസം കൊണ്ട് നേടിയത്. അതെങ്ങനെയാണെന്ന് അറിയില്ല. എനിവേ, ഇങ്ങനെയാണ് സിനിമ അവസാനിച്ചത്. ഇങ്ങനെയാണ് ഈ എക്സ്പ്ലനേഷനും അവസാനിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, തോർ ലവ് ആൻഡ് തണ്ടറിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ശ്രേയസ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയും കോണ്ടന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.